കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ കടന്നു പോകുന്നത് സർജറിയുടെ ലോകത്തേക്കാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം വളരെ സങ്കീർണമാണ്. ഇപ്പോൾ നെറുകൻ തല മുതൽ പെരുവിരൽ വരെ ഓരോ അവയവങ്ങളും നിർവഹിക്കുന്ന അതിൻ്റെ കടമ അല്ലെങ്കിൽ കർത്തവ്യങ്ങളെല്ലാം അതീവ സങ്കീർണമാണ്. ആ മേഖലകളെല്ലാം ഈ സങ്കീർണമായ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടക്ക് ചില കേടുപാടുകൾ സംഭവിക്കും. ഈ കേടുപാടുകൾ തീർക്കാൻ ശരീരം കീറി മുറിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയാണ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ. അത് ചിലപ്പോൾ നമ്മുടെ ആകാര ഭംഗി വർദ്ധിപ്പിക്കാനും ഇത്തരം പ്രക്രിയകൾ നടത്താറുണ്ട്. ആദ്യകാലത്തൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നത് കല്ലും കത്തിയൊക്കെയാണെന്നാണ് ചരിത്രം പറയുന്നത്. ഏതാണ്ട് 9000 വർഷം മുമ്പ് പല്ലിലാണ് ആദ്യത്തെ സർജറി നടക്കുന്നതെന്ന് ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിക്ക് ഒരു പഴുപ്പ് നീക്കാൻ പല്ല് തുരക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 3500 വർഷം മുമ്പാണ് ശസ്ത്രക്രിയയെക്കുറിച്ച് അല്ലെങ്കിൽ സർജറിയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ഇറങ്ങുന്നത്. കാലം മാറി, സർജറിയുടെ അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ സ്വഭാവം രീതികളും മാറി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശസ്ത്രക്രിയയുടെ ഒരു പുതിയ ടീം ആസ്റ്റർ മിംസിൽ രൂപപ്പെട്ടിരിക്കുന്നു. 6 പേരടങ്ങുന്ന ഒരു സർജറി ടീം അല്ലെങ്കിൽ ശസ്ത്രക്രിയ ടീം. അപ്പോൾ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നേരിട്ട് കാണാത്തൊരു പ്രക്രിയയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഒരു രോഗി പോലും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും ഇതിനൊന്നും ഇപ്പോൾ ചിത്രീകരിച്ച് നമ്മളെ കാണിക്കുന്ന സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. ഭാവിയിൽ നമുക്ക് ഈ ശസ്ത്രക്രിയകളൊക്കെ നേരിട്ട് കാണാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുമുണ്ട്. സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല എന്താണ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്താണ് ഈ സർജറി. ചിലർ അതിനെ ഓപ്പറേഷൻ എന്ന് പറയും. ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഉയരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ജനറൽ സർജറി വിഭാഗത്തിലെ 3 ഡോക്ടർമാർ നമ്മോട് സംവദിക്കുകയാണ്. അപ്പോൾ ശസ്ത്രക്രിയയുടെ പുതിയ കാലം അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ ലോകം എന്താണ്, നമുക്കതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പ്രഗത്ഭരായിട്ടുള്ള 3 കൺസൾട്ടന്റുമാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. അത് ഒരാൾ ഡോക്ടർ ശ്രീനിവാസ് IC, അതോടൊപ്പം തന്നെ ഡോക്ടർ ജിമ്മി C ജോൺ, അതുപോലെ ഡോക്ടർ അയന M ദേവ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്കും. നമുക്ക് ആദ്യത്തെ സീനിയർ കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്ക് ശ്രീനിവാസ് ICയോടാണ് എൻ്റെ ചോദ്യം. സത്യത്തിൽ ഈ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി, സാധാരണ ഓപ്പറേഷൻ എന്നൊക്കെ പറയും, ഇതിൻ്റെ ഒരു പ്രക്രിയ, താങ്കളുടെ ഒരു പഠനകാലം, ഒരു MBBS കഴിഞ്ഞൊരു ഹയർ സ്റ്റഡീസിനൊക്കെ പോലും എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രാഥമികമായി താങ്കളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു നിഗമനം എന്താണ്? ഏകദേശം 25 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് സർജറി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് ചെയ്തിരുന്ന പല ശസ്ത്രക്രിയകളും അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന ശസ്ത്രക്രിയകളും അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച രീതികളിൽ നിന്നും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ 25 വർഷത്തിനിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ കാലത്ത് അതൊരു കീഹോൾ ശസ്ത്രക്രിയയുടെ രൂപത്തിൽ ഏത് അവയവത്തിലാണെങ്കിലും ഏത് ഓപ്പറേഷനിലേക്കാണെങ്കിലും മുറിവുകൾ ചെറുതാക്കുക, അങ്ങനെ രോഗിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ പരമാവധി വിനിയോഗിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക്. 4 നൂറ്റാണ്ട് മുമ്പ് താങ്കളുടെ മുന്നിൽ ആദ്യം എത്തിയ ഒരു പേഷ്യൻ്റ്, താങ്കളുടെ ടേബിളിന് മുന്നിൽ ആദ്യം താങ്കൾ സർജറിക്ക് വിധേയമാക്കിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? 25 വർഷം മുമ്പ്. 25 വർഷം മുന്നേ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് പീരീഡിൽ തുടക്കത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് വിശേഷിക്കുന്നത് ഒരു ഹെർണിയ ഓപ്പറേഷൻ. ഹെർണിയ ഓപ്പറേഷൻ താങ്കൾക്ക് സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സിമ്പിൾ അല്ല. അത് പൊതുവേ ഞങ്ങൾ ചെയ്യുന്ന സർജറികളുടെ കൂട്ടത്തിൽ പൊതുവേ നമ്മളെ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത് ഹെർണിയ ശസ്ത്രക്രിയകൾ. അതാണ് സിമ്പിൾ ശസ്ത്രക്രിയ തന്നെ. കാരണം അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ശസ്ത്രക്രിയകളൊക്കെ ഞങ്ങളുടെ പ്രൊഫസർമാരാണ് ചെയ്യുക. ഇത് ഞങ്ങളെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ എല്ലാ ഒരുപാട് കോമൺ ആയിട്ടുള്ള ശസ്ത്രക്രിയയാണ്. അതിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നമ്മൾ കത്തിവെച്ച് തുടങ്ങുന്നതൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് അങ്ങനെയുള്ള ശസ്ത്രക്രിയകളാണ്. അപ്പൊ അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ മാത്രമേ ഉള്ളൂ. ഹെർണിയയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് ശരിക്കും തുറക്കുക? ശരീരത്തിന്റെ ഹെർണിയ ഉള്ള ഭാഗം തുറക്കുന്നതാണ്. ഇപ്പൊ പൊക്കിളിൽ വരുന്ന ഹെർണിയാണെങ്കിൽ അവിടെ തുറന്നുകൊണ്ട് ചെയ്യണം. ഇടുപ്പിന്റെ താഴേക്ക് വരുന്ന ശസ്ത്രക്രിയകൾ ഹെർണിയ തന്നെ പല രീതിയിലുണ്ട്. പൊക്കിളിൽ വരുന്നത് അംബിലിക്കൽ ഹെർണിയ എന്ന് പറയും. കടലേക്ക് വരുന്നത് എത്ര സ്ഥലത്ത് ഈ ഹെർണിയ വരാം? എത്രയോ സ്ഥലങ്ങളിൽ വരാം. ഏതൊക്കെ ഭാഗത്ത്? ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചിൻ കൂട് അവിടെയുള്ള ഡയഫ്രം, അതിന്റെ അകത്തുകൂടി കുടലിലെ സാധനങ്ങൾ ഉള്ളിലോട്ട് കയറി പോകുന്ന വയറ്റിന്റെ അകത്തുള്ള അവയവങ്ങൾ ഉള്ളിലോട്ട് പോകുന്ന ഡയഫ്രമാറ്റിക് ഹെർണിയുണ്ട്.
നമ്മൾ മുന്നേ ഓപ്പറേഷൻ ചെയ്ത മുറിവിലൂടെ, അതായത് അതിന് ഇൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കീറി മുറിക്കുന്ന മുന്നേ മറ്റ് കാരണങ്ങൾക്ക് വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ ചെയ്യുമ്പോൾ അതിന് ഇൻസിഷൻ എന്നാന്ന് പറയുക, ആ കീറലിനെ അത് നമ്മൾ തുന്നി യോജിപ്പിക്കുന്ന ആ സ്ഥലത്തോടുകൂടി ഹെർണിയ വരുന്നത് അതിനെയാണ് ഇൻസിഷൻ ഹെർണിയ എന്ന് പറയും. ജന്മനാ തന്നെ പൊക്കിളിന് ഹെർണിയ ഉണ്ടാവാം, പിന്നീട് പ്രായം ചെല്ലുമ്പോൾ പൊക്കിളിന് ഹെർണിയ വരാം. പിന്നെ ഇൻഗ്വൈനൽ ഹെർണിയ എന്നത് താഴെ ഈ കഴലയുടെ അടുത്തായിട്ടാണ്, അത് കൂടുതലായിട്ടും കാണുന്ന സ്ഥലത്ത്. താങ്കളുടെ ടേബിളിൽ ആദ്യം എത്തിയത് ഹെർണിയ സർജറി തന്നെയാണ്, അതാണ് താങ്കളുടെ മുന്നിൽ. അന്ന് ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ്. ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ശസ്ത്രക്രിയ. എത്ര സമയം എടുക്കും ഹെർണിയയുടെ അന്നത്തെ ഒരു കാലം? അന്നത്തെ കണക്കനുസരിച്ച് 1-1.5 മണിക്കൂർ നിർബന്ധമായിട്ട് എടുക്കും. 1.5 മണിക്കൂറെങ്കിലും അന്നെന്തായാലും നിർബന്ധമായിട്ട്. അന്ന് നിങ്ങൾ ഒരാളാണോ ചെയ്തിരുന്നത്? ഒറ്റ ഒരാളാണോ അന്ന് ചെയ്തിരുന്നത്? ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻ്റെ കൂടെ ഇതിലൊരു പ്രൊഫസർ ഉണ്ടാവും എന്നെ പഠിപ്പിക്കാൻ. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഒറ്റക്കായിട്ട് അത് ചെയ്യാനുള്ളതാണ്. ഞങ്ങളുടെ കൂടെ വേറൊരു സഹായിക്കാൻ ഒരാളുണ്ടാവും, ഒരു സിസ്റ്റർ, ഒരു നേഴ്സ് ഉണ്ടാവും, ഈ അണുവിമുക്തമാക്കിയിട്ടുള്ള ഉപകരണങ്ങൾ എടുത്തരാനുള്ള ആൾക്കാരുണ്ടാവും. ഈ രീതിയിലാണ് ഓപ്പറേഷൻ. 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറെങ്കിലും അതാണ് കാണുന്നത്. യെസ്, നമുക്ക് ജിമ്മി സി ജോൺ, എങ്ങനെയാണ് താങ്കളുടെ ഹെർണിയ അല്ലാതെ ഒരെണ്ണം വന്നു പറയൂ? ഹെർണിയ അല്ലാതെ നമ്മൾ പൊതുവെ തുടങ്ങുന്ന ഈ അപ്പൻഡിക്സ് ശസ്ത്രക്രിയ. അതൊരു ഭീകര സാധനമാണ്. അതൊക്കെ പൊട്ടിയ ആള് മരിക്കുകയൊക്കെ കേൾക്കുന്നത് കുഴപ്പം പിടിച്ചൊരു സാധനമാണെന്ന് പറയും. സംഭവിക്കാം. അത് അതേപോലെ തന്നെ വളരെ സിമ്പിളുമാണ്, അതേപോലെ തന്നെ എത്രയും കോംപ്ലിക്കേഷൻ ആകാനും സാധ്യതയുള്ള ഒരു സാധനം. അതിന്റെ കോംപ്ലിക്കേഷൻ എവിടം വരെ പോകും? സർജറിയുടെ ടൈമിൽ നിങ്ങൾ അതിനെ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഒരു ഹെർണിയ, ഈ പറഞ്ഞ പോലെ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ പൊതുവെ നമ്മൾ കേട്ട് വരുന്ന ഒരു സാധനമാണ്. അത് പൊട്ടിയിട്ട് കോംപ്ലിക്കേഷനായി ആള് മരിച്ചു പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അതിനകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് പ്രശ്നം. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പൻഡിക്സ് ചിലപ്പോൾ കാണാതിരിക്കാം, അത് കഴിഞ്ഞാൽ കുടലിന്റെ ഇടയിൽ പോയിരിക്കാം, ഒളിച്ചിരിക്കുക. അതൊക്കെയാണ് പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റില്ല. പറ്റും. താങ്കൾ തുടങ്ങിയ കാലത്ത് ഇത് എങ്ങനെ കണ്ടു? ഇപ്പൊ നമ്മൾ സ്കാനിങ്ങും കുറെ സംവിധാനങ്ങളൊക്കെ വന്നല്ലോ, ആ കാലത്ത് എങ്ങനെ ഇത് കണ്ടു? അന്ന് സാധാരണഗതിയിൽ ചെറിയ അപ്പൻഡിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വയറിന്റെ സൈഡിലുള്ള ചെറിയൊരു മുറിവ് ഇട്ടിട്ട് നോക്കും. അതിൽ മിക്കവാറും കേസുകളിൽ അത് കിട്ടും. അല്ല, എൻഡോസ്കോപ്പി സൗകര്യം കാലത്ത് എങ്ങനെയാണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കും ഇത്? അന്ന് കാണാം. ഇന്ന് നഗ്നനേത്രം കൊണ്ട് കണ്ടുപിടിക്കുമല്ലോ. അല്ല, അതിന് ശ്രമിക്കുമോ നിങ്ങൾ? ആധുനിക ശാസ്ത്ര സംവിധാനങ്ങളിലെ ഉപയോഗിക്കുക. അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 20 വർഷം, ഞാൻ 25 വർഷം, ഞാൻ 20 വർഷം. വലിയ മുന്നേറ്റമുണ്ടായ കാലഘട്ടമാണ് 20 വർഷത്തിന് മുന്നേ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് ചെയ്തിരുന്ന 90% അപ്പൻഡിക്സുകളും ഓപ്പൺ സർജറി. അത് ഒന്നുകിൽ വയറിന്റെ സൈഡിൽ ചെറിയ മുറിവുണ്ടാക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ലാപ്രോട്ടമി മാതിരി വയറിന്റെ നടുവിൽ തന്നെ വലിയ മുറിവുണ്ടാക്കി മുഴുവൻ വയറും കണ്ട് എവിടെ ഒളിച്ചിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ നയം. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്യുന്നതിൽ 99% കീഹോൾ സർജറിയാണ്. 1%, അതായത് കീഹോളിൽ ഒരു രീതിയിലും ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ വയർ അത്രയ്ക്ക് വീർത്തിരിക്കുന്ന നിലയിലോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് അങ്ങനെ എത്തിപ്പെടാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അല്ല, അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അപ്പൻഡിക്സ് പൊട്ടി കഴിഞ്ഞിട്ട് വയറിനകത്ത് പഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് വയറിനകത്ത് അനക്കം ഉണ്ടാവില്ല. അപ്പൊ അനക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാ സാധനവും അതിലങ്ങ് കെട്ടിക്കിടക്കും. അപ്പൊ സാധാരണ ഒരാളുടെ വയറ് കുഴിഞ്ഞിരിക്കുന്ന വയറാണെന്നുണ്ടെങ്കിൽ ഈ പഴുപ്പ് വന്ന് സീരിയസ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ വയറങ്ങ് വീർത്ത് വരാൻ തുടങ്ങും. പിന്നെ ഇതിനകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് കയറ്റാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പിന്നെ കുടൽ വീർത്തിരിക്കുമ്പം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പേഷ്യന്റ് കണ്ടീഷനും വളരെ ക്രിട്ടിക്കലാണ്. ഈ അപ്പൻഡിക്സ് വരുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? നിങ്ങളുടെ ഇത്രയും കാലത്തെ കുറെ സർജറി എല്ലാം നടത്തിയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അപ്പൻഡിക്സ് വരുന്നു? അപ്പൻഡിക്സ് ശരിക്കും പറഞ്ഞാൽ സർജന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയതാണെന്ന് പോലും വേണമെങ്കിൽ പറയാം. അങ്ങനെയും പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ അതിന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അത്യപൂർവ്വം ചില കേസുകളിൽ ഈ അപ്പൻഡിക്സ് എടുത്തിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പം ഒരു മൂത്രനാളിക്ക് പകരം വെക്കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ യൂറിറ്ററിന് പകരം വെക്കാറുണ്ടെന്നുള്ളതല്ലാതെ അതിന് പ്രത്യേക ഒരു ഫംഗ്ഷൻ ഉള്ളതായിട്ട് ഇതുവരെ വലിയ റെക്കോർഡിക്കലില്ല. അതിനകത്ത് ചെറിയ ബാക്ടീരിയ വരാം, ആ ബാക്ടീരിയ നമ്മുടെ കുടലിന് ഉപകാരപ്രദമാണെന്നൊക്കെയുള്ള ചില സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷേ അത് പോയത് കൊണ്ട് ഇന്നേ വരെ ആർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ സാധനം ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് പഴുപ്പ് വരും. അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അതായത് പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അതല്ലെങ്കിൽ അതിനകത്ത് കല്ല് പോലെയുള്ള അപ്പൻഡിക്കോലിത്ത് എന്ന് പറയുന്ന സാധനം ബ്ലോക്ക് ആയതുകൊണ്ട് വരാം. ഈ ബ്ലോക്കായി വരുന്ന അപ്പൻഡിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് അപ്പൻഡിക്സ്.
പുറമേ നിന്ന് വരുന്ന എൻഡോജിനസ് ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നത് ചിലപ്പോൾ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റും. എല്ലാ അപ്പൻഡിക്സും സർജറി ചെയ്യുന്നതിനകത്ത് പറയുന്നേ ഇല്ല, ആവശ്യം ഉണ്ടാവില്ല. ചില കേസുകൾ ഈ ബ്ലോക്ക് ആയിട്ടുള്ള അപ്പൻഡിക്സ്, ഈ അപ്പൻഡിക്കോലിത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് ബ്ലോക്ക് ആയിട്ടുള്ള അപ്പൻഡിക്സ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അതിനകത്ത് അത് സർജറിയിലേക്ക് പോകേണ്ട സാഹചര്യം അങ്ങനെയാണ്. ഈ പൊട്ടാൻ സാധ്യതയുള്ള അപ്പൻഡിക്സിനും പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള അപ്പൻഡിക്സും നിർബന്ധമായി സർജറി ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് ഡോക്ടർ അയന എം ദേവ്, ഇവർ രണ്ടുപേരും, ഒരാൾ പറഞ്ഞു ഹെർണിയയെ കുറിച്ച്, ഒരാൾ പറഞ്ഞു അപ്പൻഡിക്സിനെ കുറിച്ച്. ഇനി താങ്കളുടെ എക്സ്പീരിയൻസിൽ ഇത്തരത്തിലുള്ള ഒരു മൂന്നാമത്തെ ഒരു കേസ് പറയൂ പ്ലീസ്. സാധാരണക്കാരായ മനുഷ്യർ നിരന്തരം നേരിടുന്ന അവരുടെ പല ജീവിത ശൈലി കൊണ്ടും അതെല്ലാം വരാം. മനുഷ്യർ പല കാറ്റഗറി ആണല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന കേസ് കൂടുതലായിട്ടും പിന്നെ വരുന്നത് ഈ ഇപ്പോ ഡയബറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് കാരണം പലർക്കും ഈ ഞരമ്പിലേക്ക്, കാലിലേക്കുള്ള ഞരമ്പുകളൊക്കെ വീങ്ങിയിട്ട് അത് കാലിൽ തൊടുന്നത് അറിയുന്നില്ല, നടക്കുമ്പോൾ അറിയുന്നില്ല, കുത്തി കയറുമ്പോൾ അറിയുന്നില്ല, അങ്ങനെ ഇരുന്ന് പഴുപ്പായിട്ട് വരാം. അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. കാലില് പഴുപ്പ് യൂഷ്വലി എപ്പോഴും അത് ഒരു ഡയബറ്റീസ് കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അത് ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഈ വേദനയൊക്കെ അറിയുന്നത് കുറവാണ്. ഡയബറ്റിക്സ് ഉള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50-70% ആളുകൾ ഇപ്പം ഡയബറ്റിക് ആണ്. 4-ൽ ഒരാൾ ഡയബറ്റിക് ആണെന്നാണ് പുതിയ കണക്കുകളൊക്കെ പറയുന്നത്. കേരളം ഡയബറ്റിക് ക്യാപിറ്റലാണ്. അല്ല, ഡയബറ്റീസ് ഉള്ള എല്ലാവർക്കും ഉടനെ തന്നെ ഞരമ്പിന് ബുദ്ധിമുട്ടും സാധനങ്ങളൊന്നും വരുന്നില്ല. എല്ലാവർക്കും ഇതേപോലെ ഒരു എന്തെങ്കിലും കുത്തിക്കരഅല്ലെങ്കിൽ മുറിവുണ്ടായാലോ പഴുക്കൊന്നുമില്ല. പക്ഷെ കൂടുതലും ഈ പഴുത്ത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന രോഗികൾക്ക് എപ്പോഴും ഡയബറ്റീസ് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട്. ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ കാലുകളെയാണ് മുറിച്ച് നീക്കുന്നത്, വിരലാണ് മുറിച്ച് നീക്കുന്നത്. ചിലർക്ക് വിരലുണ്ടാവില്ല. ശരീരത്തിന്റെ ഏറ്റവും അപകടം പിടിച്ച ഒരു സ്ഥലമായിട്ട് കാൽപാദങ്ങളും കാലും ഡയബറ്റിക് വരുന്നു. സർജറി കൂടുതലായിട്ട് അവിടെ നടക്കുന്നു. എന്തുകൊണ്ട്? കാരണം വേറൊന്നുമല്ല, കാലുകളാണ് എല്ലാവരും എപ്പോഴും ഏറ്റവും കുറവ് ശ്രദ്ധിക്കുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഡയബറ്റിക് ക്ലിനിക്കുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഫുഡ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കും. എല്ലാ ദിവസവും കാലുകൾ നോക്കുക. ഡയബറ്റിക് വന്നതിന് ശേഷം നോക്കിയാൽ മതിയോ കാല്? അല്ല, കാലുകൾ എല്ലാവരും നോക്കണം. പക്ഷെ ഈ ഡയബറ്റീസ് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടുള്ളപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തൊക്കെ ശ്രദ്ധയാണ് കാലിന്റെ കാര്യത്തിൽ നൽകേണ്ടത്? കാരണം പലപ്പോഴും ഈ ഡയബറ്റിക് വന്ന ആളുകളെ കാലിന്റെ ഭാഗങ്ങളാണല്ലോ അപകടപ്പെടുത്തുന്നത് കാണുന്നത്. കാല് മുറിച്ചു നിൽക്കുന്നു, മുട്ടിന് കീഴെ വേറൊരു അവയവം മുറിച്ചു നിൽക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്നുമില്ല വിരൽ മുറിക്കുന്നു, കാൽപാദം മുറിക്കുന്നു, കാലിന്റെ മുട്ടിന് മീതെ മുറിക്കുന്നു, കാല് മൊത്തം മുറിച്ചു നിൽക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും? ഏതൊക്കെ രീതിയിലുള്ള ശ്രദ്ധയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒന്നാമതായിട്ട് വേണ്ടത്, നമ്മൾ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മരുന്നുകളും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഒരു പ്രോഗ്രസ് നമുക്ക് എപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റും, അതായത് പിടിച്ചു നിർത്താൻ പറ്റും. ഇനി ഒരിക്കൽ ഡയബറ്റീസ് ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ എന്താ പറയുക നമ്മളെ ഞരമ്പുകൾക്ക് വീക്കം വന്നു, നമുക്ക് നടക്കുമ്പോൾ ചെരുപ്പ് ഊരി പോകുന്നു, അതല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, കാല് പാദത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അറിയുന്നില്ല, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കാല് നോക്കി അതിൽ മുറിവുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി എടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവും. ഈ നഖവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പലയാളും നഖം നീട്ടി വളർത്തി, ഇപ്പൊ കൈക്ക് നഖം നീട്ടി വളർത്തി ഭംഗിയിൽ കൊണ്ടു കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാലിന്റെ നഖം എന്നോട് 1-2 ആളുകൾ പറഞ്ഞില്ല, അതൊരു അതിന്റെ ഉള്ളിലൊക്കെ പല ചെളികളൊക്കെ കയറുന്നത്. അതിന്റെ ഒരു എന്താണ് അതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു നിരീക്ഷണം? കാലിന്റെ നഖം, അതായത് ഇതില് കാലില് പഴുപ്പ് വരുന്നതിന് മെയിൻ ഒരു കാരണം കാലിന്റെ നഖത്തിന്റെ സൈഡിൽ പഴുപ്പ് വന്നിട്ട് അത് കീറിക്കളയുക, അല്ലെങ്കിൽ നഖം ഉള്ളിലേക്ക് വളരുക. അതിന്റെ പിന്നിലുള്ള കാര്യം കറക്റ്റായിട്ട് നമ്മൾ നഖം വെട്ടി കാലിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരു കെയർ ഫ്രീ ആയിട്ട് നമ്മൾ നടക്കുന്നു. കാലിലൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കയ്യിലായിരുന്നു അതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വന്നേനെ. കാലിലൊരു ചെറിയ വേദന വരുമ്പോൾ തട്ടിയതായിരിക്കാം, മുട്ടിയതായിരിക്കാം, അത് നമ്മളത് ഒഴിവാക്കി വയ്ക്കും. അപ്പൊ അതില്ലാതെ അങ്ങനെ എന്തെങ്കിലും പഴുപ്പ് പോലെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് സർജനാണോ ഡോക്ടറാണോ ആരെയാണെന്ന് വെച്ചാൽ കാണിക്കുക എന്നുള്ളതൊരു കാര്യമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ കാലും കാൽ വിരലുകളും നഖവും എല്ലാം വെട്ടി വൃത്തിയാക്കി വെടിപ്പോടെ നടക്കുക. അതുപോലെ ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫുൾ കവേർഡ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ പിന്നെയും ഓപ്പൺ ആയിട്ടുള്ള ചെരുപ്പുകൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് കൂടുതലും ചെരുപ്പ് ഊരി പോകുമ്പോൾ ചിലപ്പോൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് കവേർഡ് ആയിട്ടുള്ള നമുക്ക് കാലിനും തട്ടാത്ത രീതിയിൽ മുറിയാത്ത രീതിയിലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാന്നുള്ളത്. താങ്കളോട് ആയിക്കോട്ടെ ശ്രീനിവാസ്, ഈ സാധാരണ നമ്മൾ സർജറി എന്ന് പറഞ്ഞാൽ തിയേറ്ററുണ്ടെങ്കിൽ ഒരു ഡോക്ടർ സർജറി നടത്തുന്നു, ഒരു നേഴ്സ് അവിടെ നിൽക്കുന്നു, കത്തിയെടുത്ത് കൊടുക്കുന്നു, കനലെടുത്ത് കൊടുക്കുന്നു, ഇങ്ങനെ പല പണിയും നടത്തുന്നു. നിങ്ങൾ 6 പേരുടെ ഒരു ടീം, അതെനിക്ക് തോന്നുന്ന കേരളത്തിൽ ആദ്യമായിട്ടാണ്. എങ്ങനെയാണ്
ഈ 6 പേരടങ്ങുന്ന ടീമിൻ്റെ പ്രവർത്തനം? അതെങ്ങനെ അങ്ങനെ ഒരു ആശയം വന്നു? ആശയം വരാനുള്ള കാരണം 2011 ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. അന്നാണ് ഞാൻ ഡോക്ടർ ജിമ്മിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ശസ്ത്രക്രിയകളുണ്ട്. സാധാരണ ശസ്ത്രക്രിയകൾ നിങ്ങളിത് പറഞ്ഞതുപോലെ ഒരു സർജൻ മതി ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ശസ്ത്രക്രിയകളൊക്കെ ഹെർണിയ, അപ്പൻഡിക്സ്, ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു സർജൻ ചെയ്ത് തീർക്കാവുന്നതാണ്. പക്ഷെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സർജറി ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ, വയറ്റിൻ്റെ അകത്ത് ആന്തരിക അവയവങ്ങളുടെ പാൻക്രിയാസ്, ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സൂക്കേടുകൾ, ഇത്തരം കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ദൈർഘ്യമേറിയ ഓപ്പറേഷനുകളായിരിക്കും. അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എപ്പോഴും ചെയ്യുന്നതാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, രോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എഫക്റ്റീവ് ആവുന്നതാണ്. കാരണം റിസൾട്ടും നല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങുകയും, ജോലി തന്നെ നമ്മളൊരു പരസ്പര സഹകരണം എന്നുള്ള രീതിയിൽ ആവശ്യമുള്ള കേസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത്. അതിനുശേഷം 2019 കൂടിയാണ് ഞങ്ങൾ ഈ ഐഡിയ ഒന്നും കൂടെ മിംസ് തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂടുതൽ ഡോക്ടർമാരെ ഞങ്ങളുടെ സംഘത്തിലേക്ക് ചേർത്തു. ഞങ്ങളിപ്പോൾ ഞങ്ങൾ ആദ്യം 4 പേരായിരുന്നു, പിന്നെ 5 ആയി, 6 ആയി, ഇപ്പം 7, 8 എന്നുള്ള രീതിയിൽ ഞങ്ങൾ കണ്ണൂരിൽ ഞങ്ങൾ ഏകദേശം അങ്ങനെ ഒരു ടീം. കേരളത്തിൽ ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു ടീം? കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഈ ടീം, കാരണം ഒരു പ്രൊഫസർ അദ്ദേഹത്തിന് കീഴിൽ വേറൊരു അങ്ങനെ ഒരു ടീം ഉണ്ടാവും, PGC അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവും. അതല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ ഇത്രയും ആൾക്കാരുള്ള ഒരു അംഗബലമുള്ള ഒരു ടീം ഞങ്ങൾ തന്നെയാണ് കേരളത്തിൽ. സാധാരണ ഒരു സർജന് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കൂടുതൽ വിപുലീകരിക്കാനാണല്ലോ നോക്കുക. ഈ ടീം വരുമ്പോൾ ഇതിന്റെ റിസൾട്ട് ഷെയർ ചെയ്ത് പോലും ശരിക്കും അതിലും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ കുറവായിരിക്കും, സഹായിക്കാൻ ആളുണ്ട്, എപ്പോഴും നമ്മളൊരു ബുദ്ധിമുട്ട്. ഏതൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴും നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്താം. കാരണം വളരെ സങ്കീർണമായിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതികളായിരിക്കാം. ആ സമയത്തൊക്കെ നമ്മൾ അതേ അനുഭവ പരിചയമുള്ള, ഇത് പഠിച്ചിട്ടുള്ള ആള് നമ്മളെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾക്കൊരു ധൈര്യം. അതുകൊണ്ടുണ്ട് രോഗിക്ക് ഉണ്ടാവുന്ന റിസൾട്ട്, അതാണ് പ്രൈമറിലി അതാണ്. അൾട്ടിമേറ്റ്ലി രോഗിക്ക് ഉണ്ടാവുന്ന ഒരു മെച്ചം എന്ന രീതിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അതിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും രീതിയിലുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ ഇതിനകത്ത് കടന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങളുടെ ടീമിൽ ഓരോ ആൾക്കാരും ഓരോ വിഭാഗത്തിൽ കൂടുതൽ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും എല്ലാ ട്രെയിനിങ്ങിന് പോവുക, ഉപരിപഠനത്തിന് ഇതിനിടയിൽ പോകുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടീമിൽ തന്നെ നമ്മൾ ആൾക്കാർ ഓരോ സംഗതി, ഓരോ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ, അതിപ്പോൾ നെഞ്ചിൻ്റെ അകത്ത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന വിഭാഗത്തിൻ്റെതാണെങ്കിൽ അതിന് ഡോക്ടർ ജിമ്മി സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോരാളും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണോ, ഏറ്റവും പുതിയ നൂതനമായ ശസ്ത്രക്രിയ രീതികൾ എന്താണോ, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ടീം വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് രോഗിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കണ്ടെത്തുന്നത്. ഈ സുശ്രുത സംഹിതയിലൊക്കെ ആദ്യകാലത്തൊരു 120 തരം ശസ്ത്രക്രിയാ ഉപകരണങ്ങളും 30 തരം ശസ്ത്രക്രിയകളുമാണ് തുടക്കകാലത്ത് ഇതിനകത്തുണ്ടായിരുന്നത്. ഇപ്പൊ കാലം കുറേ കഴിഞ്ഞു. എത്ര തരം എണ്ണി തീർക്കാൻ ഉപകരണങ്ങൾ, എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ഉപകരണങ്ങളും എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ശസ്ത്രക്രിയകളും വന്നു തുടങ്ങി. കാരണം ഓരോ ദിവസവും ഓരോ ശസ്ത്രക്രിയകൾ ചിലപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടാവും. നിങ്ങൾ തന്നെ നെറ്റ് എടുത്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. കാരണം അന്നുണ്ടായിരുന്ന സർജറിയും ഇന്ന് അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, പുതിയ ഹാർട്ട് വെച്ച് കൊടുക്കുക, പുതിയ പാൻക്രിയാസ് വെച്ച് കൊടുക്കുക, പുതിയ കുടൽ വെച്ച് കൊടുക്കുക, കൈ മാറ്റി കൊടുക്കുക, കാല് മാറ്റി കൊടുക്കുക, എക്സെപ്റ്റ് ഇതുവരെ ബ്രെയിൻ മാറ്റി വെക്കുന്നതായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതിന് ചില റിപ്പോർട്ട്സ് ഒക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചൈനീസ് സർജൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ അത് വീണ്ടും വരാം. നമ്മൾ ഇന്ന് കാണുന്ന ഫിക്ഷനാണ് നാളത്തെ റിയാലിറ്റി ആയി വരാം. ചില ഫിക്ഷൻ പഴയ സയന്റിഫിക് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫിക്ഷൻ മൂവീസ്, ഫേസ് ഓഫ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഫേസ് ഓഫ് അതിൽ കണ്ട് ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ ഈ 2025 ആയപ്പോഴത്തേക്കും മുഖം മുഴുവൻ മാറ്റി വെക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. താങ്കളുടെ ആദ്യകാലത്തൊക്കെയുള്ള ഉപകരണങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷമൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന, അന്ന് ഇത്ര എളുപ്പമല്ലല്ലോ. അല്ല. അപ്പൊ ആ കാലത്തുള്ള ഉപകരണങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഈ ഓപ്പൺ സർജറിയുടെ ഇൻസ്ട്രുമെന്റേഷനിൽ ഒരു ഭയങ്കരമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇത്തരം സമയത്ത്. കാരണം അത് പയ്യെ ഒന്ന് കുറഞ്ഞു വരികയാണ്. പക്ഷെ ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിൽ അതിഭീകരമായ വ്യത്യാസങ്ങൾ വന്നു. തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സിംഗിൾ ചിറ്റ് ക്യാമറ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സിംഗിൾ ചിറ്റ് ക്യാമറ, ചെറിയ 2 എന്താ പറയുക കയ്യിൽ പിടിക്കാനുള്ള ഉപകരണങ്ങൾ. ആ ഉപകരണങ്ങൾ തന്നെ വളരെ എർഗണോമിക്കലായി നമ്മുടെ സർജന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ വന്നു തുടങ്ങി. പിന്നെ സിംഗിൾ ചിപ്പ് ക്യാമറ മാറിയിട്ട് 3 ചിപ്പ് ക്യാമറയായി, 3 ചിപ്പ് മാറിയിട്ട് HD ആയി, HD ആയി കഴിഞ്ഞ് 4K ആയി, 4K കഴിഞ്ഞ് 3D ആയി, 3D കഴിഞ്ഞ് ഇപ്പം അവസാനം റോബോട്ടിക് വരെ എത്തി. അപ്പം ആ ഇൻസ്ട്രുമെന്റേഷനിൽ
നമ്മൾ കൺമുന്നിൽ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇന്നെന്താ പുതിയത് വന്നതെന്ന് നോക്കിയില്ലെങ്കിൽ വിൽ ബി ജസ്റ്റ് ഔട്ട് ഓഫ് ദ റേസ്. അല്ല, ഈ പുതിയ ഉപകരണങ്ങൾ വരുമ്പോൾ അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത് പഴയകാല ഉപകരണം, അതെ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും വരുന്നു. ഈ പഴമയിൽ നിന്ന് ഈ പുതുമയിലേക്കുള്ള നിങ്ങളുടെ യാത്ര, അതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതിന്റെ ഒരു പഠനം എങ്ങനെയാണ്? സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ഒറ്റയടിക്കടുത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ കത്തിയും കമ്മും കൊണ്ട് തുടങ്ങിയ ആ കാലത്ത് നിങ്ങൾ മാറി, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഓപ്പൺ ആയിരുന്നു, ഇപ്പൊ ഹൈടെക്കിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു? അതിലൊരു ചെറിയൊരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ചേഞ്ച് ഇസ് ദ ഓൺലി തിങ് വിച്ച് ഡസൻ ചേഞ്ച്. അതേപോലെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ വേറെ ആൾക്കാർ ചേഞ്ച് ചെയ്യും. യു വിൽ ബി ജസ്റ്റ് ഔട്ട്. ഒരു നോക്കിയ എന്ന് പറഞ്ഞൊരു ഫോൺ നിങ്ങൾക്ക് ഉണ്ടായി കാണുമായിരിക്കും. 3310. അവരെന്തുകൊണ്ട് ഇന്ന് ആപ്പിളിന്റെ അത്ര നിൽക്കുന്നില്ല? കാരണം അവരാണ് ഏറ്റവും ബെസ്റ്റ് ഫോൺസ് ഒരു കാലത്ത് ഉണ്ടാക്കിയത്, ഇല്ലേ? ഞാനൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ അതായിരുന്നു. അവരെന്തുകൊണ്ട് ഇന്ന് ആപ്പിളിന് കടപിടിക്കുന്ന ഒരു കമ്പനിയായി മാറിയില്ല? ബിക്കോസ് അവർ ചേഞ്ച് ചെയ്തില്ല. അവർ വിചാരിച്ചു അവർ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ, എല്ലാവരും അവരെ ഫോളോ ചെയ്തോളൂ. അപ്പോൾ ചേഞ്ച് എന്ന് വരുന്നോ അന്ന് ആ ചേഞ്ച് ഇഫ് ദാറ്റ് സ്റ്റേസ്, അതായത് അത് നാട്ടിൽ നിൽക്കുന്നുണ്ട്, അത് ബെനിഫിഷ്യൽ ഫോർ ദ അതേഴ്സ്, നാട്ടുകാർക്കോ രോഗികൾക്കോ ഡോക്ടേഴ്സിനോ ബെനിഫിഷ്യൽ ആണെങ്കിൽ അത് സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഡോക്ടർ അയന, എന്തുകൊണ്ട് ഈ സ്ത്രീ സർജന്മാരുടെ എണ്ണം പൊതുവെ കേരളത്തിൽ കുറവാണ്? ശരിയല്ലേ? എന്തുകൊണ്ട് ഈ ഒരു ശസ്ത്രക്രിയ മേഖല തിരഞ്ഞെടുത്തു? അതിലൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. സ്ത്രീ സർജന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു പണ്ട്. ഇപ്പോ ഉള്ള ശരിക്കും സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ സ്ത്രീ സർജന്മാരാണ് ശരിക്കും മോർ ദാൻ 50%. അല്ല, നമ്മളെയൊക്കെ ഒരു ചിന്തയില്, നമ്മുടെയൊക്കെ ഒരു അറിവില്, നമ്മൾ എവിടെ പോയാലും സർജൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനായിരിക്കും. നമ്മൾ കണ്ട നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ന്യൂ ജനറേഷൻ കടന്നു വരുന്നു. എന്തുകൊണ്ട് ആ മേഖല തിരഞ്ഞെടുത്തു? സാധാരണ സ്ത്രീകളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഗൈനിക്ക് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ, ഈ ലെവലിന് അപ്പുറത്തേക്ക് അങ്ങനെ തന്നെയല്ലേ? മെയിൽ സർജൻ, ലേഡി ഗൈനക്കോളജിസ്റ്റ് എന്നുള്ളത് അതിനപ്പുറം ഇല്ല. എന്തുകൊണ്ട്? അല്ല, മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു, അതായത് സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ സർജറി എന്നുള്ളൊരു ബ്രാഞ്ച് പൊതുവെ ആദ്യം കരിയറിന്റെ ആദ്യമൊക്കെ കുറച്ച് ഹെക്ടിക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വേണ്ടത്ര സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ അന്ന് ചൂസ് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ് അതിനകത്ത് തെരഞ്ഞെടുക്കാൻ കാരണം? വേണമെങ്കിൽ നല്ല സുഖമുള്ള സമാനമുള്ള വാവകളെല്ലാം കളിപ്പിച്ച് പീഡിയാട്രീഷ്യൻ ആകാം, അല്ലെങ്കിൽ മാക്സിമം സ്ത്രീകളുടെ തന്നെയാണെങ്കിൽ ഗൈനിക്കാകാം. അല്ല, സ്ത്രീകൾക്ക് ഒരു സർജിക്കൽ ആവശ്യം വരികയാണെങ്കിൽ കാണിക്കാനായിട്ട് സ്ത്രീകളെ തന്നെ വേണം എന്ന ആഗ്രഹമുള്ളവരുണ്ടാവും. പിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എനിക്ക് താല്പര്യം തോന്നിയത് കൊണ്ടാണ്. എനിക്ക് ആക്ച്വലി ഗൈനക്കോളജി ബ്രാഞ്ചുകൾ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഹൗസ് സർജൻസിക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതേപോലെ പോസ്റ്റിംഗ് ഉണ്ടാവും. 1 മാസം 1.5 മാസം എന്നുള്ള രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു സാധനം നമുക്ക് അതുകൊണ്ടാണ് അയന ഇത് തിരഞ്ഞെടുത്തത്. യെസ്, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. പ്രേക്ഷകരെ, നമുക്ക് ഈ തിയേറ്ററിനുള്ളിൽ ഈ സർജറി നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ, ഇപ്പോൾ സർജറിക്കിടയിൽ ഇപ്പോൾ അനസ്തീഷ്യയെല്ലാം കൊടുക്കാറുണ്ട്. സർജറിക്കുള്ളിൽ ഒരു രോഗിക്ക് ബോധം വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ ടേബിളിൽ നമ്മൾ ഒരു സർജറി നേരിട്ട് കാണുന്നില്ലോ. ഞാൻ ഡോക്ടർ ശ്രീനിവാസ് ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യമാണ് ഈ സർജറി ടേബിളിൽ കിടക്കുന്ന ഒരു രോഗിയുടെ മാനസികാവസ്ഥ. കാരണം നമ്മുടെ ശരീരം അത്ര സുന്ദരമായിട്ട് നമ്മൾ കൊണ്ടുവരണം. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്, നമ്മുടെ ശരീരത്തെയാണ്. ഇത് മുറിക്കാൻ നിങ്ങളുടെ ഈ തരികയാണ്, കീറി മുറിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ കിടക്കുന്നവൻ അത്ര എളുപ്പമല്ല. അവൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്യുന്നു? സാധാരണഗതിയിൽ ആൾക്കാരൊരു ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മരുന്നുകൾ എഴുതി വായിക്കുന്നു, വീട്ടിൽ വന്ന് മരുന്ന് കഴിക്കുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങൾ കംപ്ലീറ്റ് മാറണം. അതൊരു പുതിയൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. കാരണം അവർക്കൊരു ഇതിനെക്കുറിച്ച് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം ഇതിൻ്റെ ഔട്ട്കം എന്താവും, റിസൾട്ട് എന്താവും. പലരും മറ്റ് പല കാര്യങ്ങളും കേട്ടൊക്കെ പേടിച്ചിട്ടുണ്ടാവും. ഏറ്റവും പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോധം കെടുത്തി കഴിഞ്ഞാൽ തിരിച്ച് ബോധം വരാതായി. ഇതൊക്കെയാണ് അതിൻ്റെ അത്. സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് മൊത്തം ഒരു അപ്രിഹെൻഷൻ, അതായത് ഒരു ടെൻഷനോട് കൂടിയാണ് രോഗി സാധാരണ രീതിയിൽ ഇങ്ങനെ സർജറികൾ സമീപിക്കാൻ സാധ്യത.
അപ്പോൾ നമ്മളെ ഒരു പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ രോഗിയെ നമ്മൾ ആദ്യം കണ്ട് ഈ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു പരമാവധി കാര്യങ്ങൾ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി, അവരെയും കൂടെയുള്ള ആളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതായത് ഇന്ന രീതിയിലാണ് ഈ ഓപ്പറേഷൻ, എന്തുകൊണ്ട് ഓപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ചികിത്സാ രീതികൾ മെച്ചപ്പെട്ടതുണ്ടോ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓപ്പറേഷൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കും. അതായത് ഇങ്ങനെയാണ്, നിങ്ങൾ ഏകദേശം ഇന്ന ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം പിറ്റേന്ന് ഇത്ര മണിക്കായിരിക്കും ഓപ്പറേഷൻ ഉണ്ടാവുക. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് അനസ്തീഷ്യ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാത്തിലും ബോധം കെടുത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആവണമെന്നില്ല. ചിലർക്ക് നടുവിന് സൂചി വെച്ച് മരപ്പിച്ചിട്ട് സ്പൈനൽ അനസ്തീഷ്യ, അവർക്ക് പൂർണ്ണബോധം. ലോക്കൽ അനസ്തീഷ്യയിലാണെങ്കിൽ രോഗിക്ക് പൂർണ്ണബോധം. ആ സമയത്തൊക്കെ രോഗിക്ക് ഞങ്ങൾക്ക് രോഗിയോട് സമ്മതിക്കാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് മയക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നവരോട് നമ്മൾ അതിന് മുന്നേ ഞങ്ങൾ അതിനുശേഷം അനസ്തീഷ്യ ഡോക്ടർമാർ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ അവരെ പരമാവധി സമാധാനിപ്പിച്ചിട്ട് തന്നെ നിർത്തുക. അതായത് നിങ്ങൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം ഇത്ര സമയം കൊണ്ട് നിങ്ങൾ തിരിച്ച് ബോധത്തിലേക്ക് വരും, അതുവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഒരു ഉൾഭയം എല്ലാവർക്കും ഉണ്ടാവുന്നുള്ളത്. ഈ ഓപ്പറേഷൻ വിധേയനാകുന്ന രോഗികൾക്ക് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് സാധ്യതകൾ എത്രമാത്രമുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ടോ? കാരണം നിങ്ങളുടെ ഈ തിരക്കിനിടയിൽ നിങ്ങൾ കൊടുക്കുന്ന കുറച്ച് അഡ്വൈസ് ഉണ്ടാവും. നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് അത് പ്രൊഫഷണൽ ആയിട്ടാണ് ഇവൻ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് പരിമിതികളും ഉണ്ട് സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ അവരെ ശരിക്കും കൺവിൻസ് ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലും ശാഖകളുണ്ടോ? അല്ല, സാധാരണ ഇതിൽ നമ്മൾ എല്ലാ കേസുകൾക്കും ഇതൊരു പ്രാക്ടിക്കൽ അല്ല. കാരണം വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ കൗൺസിൽ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ ചില കേസുകളൊക്കെ ഉണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവും. നമ്മളിപ്പം ഈ ഒബീസിറ്റി സർജറി, അതായത് അമിതവണ്ണത്തിനൊക്കെ നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ കൃത്യമായിട്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുന്നേ ഒരു ടീം ഇരുന്നിട്ട് ആ ടീമിൻ്റെ അകത്ത് സർജൻ ഉണ്ടാവും, അനസ്തീഷ്യ ഡോക്ടർ ഉണ്ടാവും, എൻഡോക്രൈനോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ, പ്ലാസ്റ്റിക് സർജൻ, ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഇരുന്ന് അവർക്ക് ഈ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും ഓപ്പറേഷന് ശേഷം വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, അതിനെങ്ങനെ മറികടക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സംവിധാനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവിയിൽ ആശുപത്രിയിൽ വരുന്ന ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന എല്ലാവരെയും നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരാം. കാരണം അതിനെ കൊണ്ടൊരു മെച്ചം ഉണ്ടായേക്കാം. കാരണം അവരുടെ കുറേയൊക്കെ അവരൊരു അപ്രിയൻഷൻ, ടെൻഷൻ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് മാറി കിട്ടും. ടെൻഷൻ വളരെ കുറഞ്ഞിട്ടുള്ള രോഗികൾ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും സന്തോഷം. ഡോക്ടർ ജിമ്മി, തിയേറ്ററിൽ ടേബിൾ കുറേ കേസുകൾ ചെയ്തിട്ടുണ്ട്. എത്ര കേസ് ചെയ്തിട്ടുണ്ടാവും ഓർമ്മയിൽ? കൗണ്ട് ചെയ്തിട്ടുണ്ടോ? താങ്കളോ? അത് ഏകദേശം ഒരു 30-35 സാധാരണഗതിയിൽ ഒരു സർജന്റെ ഒരു അത്യാവശ്യം നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സർജന് ഒരു വർഷം 1000 കേസുകൾ ചെയ്യാ. ഒരു 25 താങ്കൾ എത്തിയിട്ടുണ്ട്. താങ്കൾ നേരിട്ട ഒരു സർജറിക്ക് ഒരു ആളെ ടേബിളിൽ കിടത്തിയതിനു ശേഷം താങ്കൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? എപ്പോഴെങ്കിലും ഒരു പേഴ്സൺ നേരിട്ടുണ്ടാവില്ല. 25,000 കേസും എല്ലാം സ്മൂത്ത് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പറയില്ല. താങ്കൾ നേരിട്ട ഒരു പ്രതിസന്ധി? നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ചിലപ്പം നമുക്ക് ബ്ലീഡിങ് നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ല എന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പം പേഷ്യൻ്റ് പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് ക്രാഷ് ചെയ്ത് പോവാം. പിന്നെ ചില കേസുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്ത തന്നെ ചിലപ്പോൾ നമുക്ക് വരാം. കാരണം അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകൾ അടക്കം ചെയ്യണം. സിമ്പിൾ കേസുകളിൽ പൊതുവേ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കോംപ്ലക്സ് കേസുകൾ എല്ലാം സിമ്പിൾ അല്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾ വരാം. അപ്പം അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ടീമിന്റെ വില ശരിക്കും അറിയുന്നത്. അതായത് മെഡിക്കൽ സയൻസിൽ ഒരിക്കലും 1+1 2 അല്ല. ഇത് ക്യാൻ ബി ബിക്കം 3 അല്ലെങ്കിൽ ഒരു 4. ചിലപ്പം ചില സമയത്തുള്ള ഒരു അഡ്വൈസിന് ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിലയുണ്ടാവും. ഒരു സർജൻ, ഒരു സീനിയർ സർജനോ അല്ലെങ്കിൽ നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതിൽ നിന്നാണ് നമ്മൾ ആ ടീം പ്രാക്ടീസിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. അതുകൊണ്ട് സർജനും ബെനിഫിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പേഷ്യൻറ്റിന് അതുപോലെ തന്നെ. കാരണം അവരുടെ അത്രയും കോംപ്ലക്സ് ആയ സാധനങ്ങൾ പോലും നമുക്കത് വളരെ കുഴപ്പമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കാലത്തുള്ള ഡോക്ടേഴ്സ് എന്താ ചെയ്യാറ്? രാവിലെ അങ്ങ് തുടങ്ങും, രാത്രി 10 മണി 11 മണി 12 മണി വരെ പ്രാക്ടീസ് ചെയ്യും. അതെ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ഡോക്ടേഴ്സിന് പേഴ്സണൽ ലൈഫോ ഫാമിലി ലൈഫോ ഉണ്ടാവില്ല. അവർക്കൊരു ഫ്രണ്ട് സർക്കിൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതിൽ നിന്നെല്ലാം ഒരു മോചനമാണ്. നമുക്ക് പേഷ്യന്റിന് ബെനിഫിറ്റ്, സർജന് ബെനിഫിറ്റ്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിന് ബെനിഫിറ്റ്. എന്താ ഗുണം? നമുക്ക് അത്രയും പേഷ്യൻസിനെ നമുക്ക് നോക്കാം. നമുക്ക് ക്വാളിറ്റി അല്ലെ ക്വാണ്ടിറ്റിനേക്കാളും നമ്മൾ ക്വാളിറ്റിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ക്വാളിറ്റി കെയർ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വി വിൽ ഹാവ് ഓൾസോ നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം നമുക്കും ഉണ്ടാവും.
അങ്ങനെയാണ് ഈ ടീം പ്രാക്ടീസിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അതിന ഈ സർജറി ഈ ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. താങ്കളുടെ ടേബിളിലെത്തിയ ആദ്യത്തെ കേസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തൊരു ഓർമ്മ? എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ഈ കാലിനെ മുട്ടിന് താഴെ വെച്ച് മുറിക്കുന്ന ഒരു സർജറി ആയിരുന്നു ആദ്യമായിട്ട് ക്ലിയർ ചെയ്തത്. അത് നമ്മള് ഫസ്റ്റ് സർജൻ ചീഫ് സർജൻ ആയിട്ടല്ല കയറുന്നത്. അപ്പൊ ഞാൻ അസിസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ആദ്യം അതിലായിരുന്നു. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കേസ് തന്നെ നമ്മളെ പുറത്തു നിന്ന് നമ്മളെ നോക്കി പറഞ്ഞ് ചെയ്യാൻ കിട്ടിയ കേസും അത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഡയബറ്റിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളാണ് താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? കൂടുതലും എത്ര കാര്യങ്ങൾ മുറിച്ചിട്ടുണ്ട് മൊത്തം ജീവിതത്തിൽ? മുറിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കേൾക്കുന്നവർക്കും അറിയാലോ. ഒരു ഡോക്ടറും എന്നാലും മുറിക്കേണ്ടി. കണക്ക് സൂക്ഷിക്കാൻ നമ്മൾക്ക് ഏറ്റവും താല്പര്യക്കുറവുള്ള ഇതാണ്. ഒരു രോഗിയുടെ ഏതെങ്കിലും ഒരു അവയവം നീക്കം ചെയ്യാന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മളതിന് കണക്ക് വെക്കില്ല, നമുക്ക് അതിൽ താല്പര്യമില്ല എന്നല്ല. നമ്മൾ ചെയ്യാനും വളരെ മടിക്കുന്നതാണ്. കാല് മുറിക്കുന്ന പോട്ടെ, കാലിന് വിരലെടുത്ത് കളയുന്നത് പോലും നമ്മളൊരു അവസാന നിമിഷം വരെ നമ്മൾ എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടുത്താന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എത്ര കേസുകൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അത് അപ്പം തന്നെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരു ചെറിയതുണ്ട്. പൊതുവെ ചിലപ്പോൾ ഞാൻ ഇവിടെ മുറിക്കാൻ പറയുമ്പോൾ പലപ്പോഴും ഈ ആളുകൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇത്ര ചെയ്തു ഇത്ര അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര കാലം മുറിച്ചു? അങ്ങനെ മുറിക്കുന്നില്ല. അല്ല, അതിനകത്ത് ഒരു ഡോക്ടർ നോക്കിയ രോഗികളിൽ എത്ര പേർ മരിച്ചുപോയി? അങ്ങനല്ല, അതൊരു ചോദ്യം നല്ലതായിരുന്നു. പക്ഷെ അതിനകത്തൊരു അഡണ്ടം നമ്മൾ പറയാറുണ്ട്. ഞാൻ ഇപ്പം ചോദ്യത്തോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനോട് പ്രതികരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ. അതിന് മറുപടി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരോട് ഇങ്ങനെ വിരൽ മുറിക്കണം എന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു ഹെസിറ്റൻസി ഉണ്ടായത് വേണോ വേണ്ടോ. ഞാൻ ആദ്യം എല്ലാവരോടും പറയുന്നത്, ഒരു സർജനും ഇന്നേ വരെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാനൊരു 2 കാല് മുറിക്കും 2 വിരൽ മുറിക്കും എന്ന് തീരുമാനിച്ചിട്ട് വരുന്നില്ല. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ കാണുന്ന ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ കണ്ടിട്ട് ഇത് ചെയ്താൽ അവർക്ക് ഗുണമുണ്ടാവും എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അത് നമ്മൾ അവരോട് പറയുകയും ചെയ്യുന്നത്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആരും ഇത് എടുക്കാൻ കാല് മുറിക്കാൻ വേണ്ടി അല്ല വരുന്നത്. അത് ആ ഒരു എല്ലാവർക്കും പബ്ലിക്കായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, ഒരു സന്ദേശം. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഇപ്പൊ ഒരു ഡോക്ടർ തീരുമാനിക്കുന്നു കാല് മുറിക്കാൻ തീരുമാനിക്കുന്നു, അത് മുറിച്ച് കഴിയുമ്പോഴോ മുറിക്കുന്നതിന് മുമ്പോ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ്. അയാൾ വെറുതെ അത് മുറിച്ച് കളയുന്ന എന്നെല്ലാം വേറെ എത്രയോ സംവിധാനം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എപ്പോഴും സന്തോഷം വരുന്ന എപ്പോഴാണ് നമ്മൾ ഒരു രോഗം വന്ന് രോഗി സുഖപ്പെട്ടു പോകുമ്പോഴാണ്. എന്തെങ്കിലും ഒരു ഡിഫക്റ്റോട് കൂടി തിരിച്ചു പോകുമ്പോഴല്ല, എന്തെങ്കിലും ഒരു കേടുപാടോടുകൂടി തിരിച്ചു പോകുമ്പോഴല്ല നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളെ സന്തോഷം രോഗി വന്നതിലും മെച്ചപ്പെട്ടിട്ട് പോകാന്നുള്ളതാണ്. വന്ന രോഗിയുടെ കാല് നഷ്ടപ്പെട്ട് അയാൾ ഒരു കാലം ഒരു വികലാംഗനെ പോലെ പോകുന്നതിന് ഞങ്ങൾക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. അതിനുശേഷമാണ് ഒരു നിവൃത്തിയില്ല എന്ന് കാണുമ്പോഴും രോഗീൻ്റെ ജീവനാണ് എപ്പോഴും പ്രധാനം എന്നുള്ളിടത്താണ്. ഇപ്പോൾ കാല് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, രോഗി ജീവിച്ചിരിക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ മുറിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയും, ചിന്തിക്കും. കുറച്ച് നമ്മുടെ സൈക്കോളജിയും കൂടിയാണ്. കാരണം ഇപ്പൊ നമ്മള് കാല് മുറിക്കുന്നു അല്ലെങ്കിൽ വിരല് മുറിക്കുന്നു, അത് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അത് മുറിച്ച് കളഞ്ഞു, അതില്ല. നമ്മള് കുടലിന് അസുഖം വന്നാൽ കുടല് മുറിച്ച് മാറ്റി കുറച്ച് ഭാഗം കുടലിനെ മുറിച്ച് മാറ്റി തുന്നി ചേർക്കുന്നുണ്ട്. പക്ഷെ വയറിനകത്താണ്, അത് പുറത്തേക്ക് ആരും കാണുന്നില്ല, അതിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ അക്സെപ്റ്റിംഗ് ആണ്. പക്ഷെ പുറമെ കാണുന്ന കാര്യങ്ങൾക്ക് ഈ എന്താ പറയാ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. ഒരു അവയവം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിന് അത്ര ഉൾക്കൊള്ളാൻ, നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവയവം നഷ്ടപ്പെടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ ഒരു ഉള്ളിലെ പോയാൽ അത്രയും ടെൻഷൻ ഉണ്ടാവില്ല അല്ലെ? അത് അറിയുന്നില്ല, എന്താ അതിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്താന്നുള്ളത് മനസ്സിലാകുന്നില്ല. പ്രിയ പ്രേക്ഷകരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു ടീം വർക്ക്, 6 പേരടങ്ങുന്ന ഒരു ടീം, സർജറിയുടെ ആ രംഗത്ത് ഒരു 6 പേരടങ്ങുന്ന ഒരു ടീമാണ് ആസ്റ്റർ മിംസിൽ നിലവിൽ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 3 പേരാണ് ഡോക്ടർ ശ്രീനിവാസ്, അതുപോലെ ഡോക്ടർ ജിമ്മി, ഡോക്ടർ അയന. ഇവർ 3 പേരും നമ്മോടൊപ്പം സംബന്ധിച്ചു കഴിഞ്ഞു. ബാക്കി 3 പേർ ആരാണെന്ന് നമുക്കറിയണ്ടേ? 6 പേരുള്ള ഒരു ടീമിൽ 3 പേരെ മാത്രം നമുക്ക് എടുത്താൽ ശരിയാവില്ല. ഇവർക്കും നിർബന്ധം ബാക്കി 3 പേരും കൂടി വരണം. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഇവർ 3 പേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അവരോട് നമുക്കൊന്ന് ചോദിക്കണം. അപ്പോൾ അടുത്ത ഈ 3 പേർ ഇവിടുന്ന് നമ്മോട്
നേർരകയിൽ തൽക്കാലം വിട പറയുകയാണ്. ഇവരുടെ അനുഭവങ്ങളുമായി വീണ്ടും നേർരകയിലും സക്സസ് സ്റ്റോറിയിലേക്ക് ഇവർ വരും. കാരണം 25,000 40,000 ഒക്കെ സർജറി ചെയ്തവരാണ്. അതുകൊണ്ട് ഇവരൊക്കെ സക്സസ് സ്റ്റോറിയിൽ വരേണ്ട മനുഷ്യരാണ്. സർജറി ചെയ്യുന്നത് സക്സസ് ആയി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമാണ് അത്. അതുകൊണ്ട് ഈ 3 പേർക്കും തൽക്കാലം നമ്മൾ നേർരേഖയിൽ നിന്ന് അവർ വിട പറയുകയാണ്. മറ്റു 3 പേർ ഡോക്ടർ ദേവരാജ്, ഡോക്ടർ ശ്യാംകൃഷ്ണൻ, ഡോക്ടർ മിഥുൻ ബെഞ്ചമിൻ, അവർ 3 പേരും നമ്മോടൊപ്പം അടുത്ത സെഗ്മെൻറ്റിലെത്തും. അതുപോലെ നിങ്ങൾ 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആസ്റ്റർ മിംസിലെ ഒരു 6 ടീം ഉണ്ട് എന്ന നമ്മളത് സൂചിപ്പിച്ചിരുന്നു. 6 ടീമിൽ 3 പേർ നമ്മോടൊപ്പം ചേർന്നു. ഇപ്പോൾ മറ്റു 3 പേർ കൂടി ചേരുകയാണ്. ഡോക്ടർ ദേവരാജ്, ഡോക്ടർ ശ്യാംകൃഷ്ണൻ, ഡോക്ടർ മിഥുൻ ബെഞ്ചമിൻ. 3 പേരെയും നേർരേഖയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. നമ്മുടെ ഒരു ചോദ്യം നമുക്ക് ദേവരാജിൽ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ മറ്റ് 3 ഡോക്ടേഴ്സായിട്ട് ഇങ്ങനെ സംവദിച്ചു വരികയാണ്. അതിൽ ഒരു 2ാം ഭാഗത്തേക്ക് നിങ്ങൾ എത്തുകയാണ്. ഒരു ശസ്ത്രക്രിയയ്ക്ക് നടത്തുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ നിങ്ങളുടെ ടേബിളിലേക്ക് വരികയാണല്ലോ രോഗികളെല്ലാ മുന്നൊരുക്കങ്ങളും രോഗികൾ അറിയുന്നുണ്ട്. നിങ്ങൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രോഗികളിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കുകളിലോ സാധാരണ വരുമോ. അപ്പോൾ ഇവിടെ നമ്മൾ ആശ്രമത്തിലേക്ക് പേഷ്യന്റ് നമ്മൾ വരുന്നു. അപ്പോൾ 2 തരത്തിലുള്ള പേഷ്യൻ്റാണ്. ഒന്ന് രോഗം ഓൾറെഡി കണ്ടുപിടിച്ച പേഷ്യൻസ് എന്ന് നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പിന്റെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടി നല്ല ഫെസിലിറ്റീസ് വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുന്ന പേഷ്യന്റ്. അവർ രോഗം ഓൾറെഡി ഡയഗ്നോസ് ആയിരിക്കും, നമ്മളതിന്റെ സർജറി മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. സെക്കൻഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ സിംറ്റംസ്, അവരുടെ രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ആ ലക്ഷണങ്ങളെ നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മളൊരു ഡയഗ്നോസിലെത്താം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ പേഷ്യനെ രോഗിയെ ചികിത്സിക്കാൻ നമുക്ക് പറ്റും. ഈ 2 പേഷ്യൻസിനെ നമ്മൾ അപ്രോച്ച് 2 രീതിയിൽ തന്നെയായിരിക്കും. ഓൾറെഡി ചികിത്സ തേടി വരുന്നത്, അതായത് രോഗനിർണയം കഴിഞ്ഞ് രോഗ നിവാരണത്തിന്, അതായത് രോഗത്തിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വരുന്ന പേഷ്യൻസിനെ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പേഷ്യന്റിനോട് സംസാരിക്കും. നിങ്ങൾ ഏത് രീതിയിലുള്ള സർജറി വേണം, അവിടെയാണ് നമ്മൾ ആദ്യം ചോദിക്കും. നിങ്ങൾക്ക് സർജറിയാണ് അവർ കൂടെ തീരുമാനിച്ചു കഴിഞ്ഞു, അവർക്ക് ഏത് രീതിയിലുള്ള സർജറി വേണം. അതായത് നിങ്ങൾക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ വേണോ, നിങ്ങൾക്ക് റോബോട്ടിക് സർജറി വേണോ, നിങ്ങൾക്ക് ഓപ്പൺ സർജറി മതിയാവൂ. എത്ര തരം സർജറികളാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു? റോബോട്ടിക് പറഞ്ഞു, താക്കോൽദ്വാരം പറഞ്ഞു. എത്ര തരം സർജറികളാണ് ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മളെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിമിഷങ്ങൾ കൊണ്ട് സർജറിയുടെ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് റോബോട്ടിക്കിന്റെ റോൾ എന്താണ്? നിങ്ങളുടെ റോളിലേക്ക് അവർ വരികയാണോ ശരിക്കും? റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സർജറികൾ. നമ്മൾ ഇപ്പം കൈന്റെ മൂവ്മെന്റ്സ് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ആ ഒരു റൊട്ടേഷൻ നമുക്ക് സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നടക്കില്ല. കാരണം വെച്ചാൽ ലാപ്രോസ്കോപ്പിൽ നമുക്ക് 180, 1 അങ്ങനെയൊക്കെ നടക്കുള്ളൂ. മാത്രമല്ല സ്കില്ല്, സർജറിയുടെ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല വളരെ ഇടിഞ്ഞ സ്ഥലത്തൊക്കെ ഇടുപ്പല്ലിന്റെ ഉള്ളിലേക്കുള്ള പോയി സർജറി, പ്രോസ്റ്റേറ്റിന്റെ സർജറീസ്, നമ്മള് നെഞ്ചിനുള്ളിലുള്ള സർജറീസ്, ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് എടുത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ ഇവിടെ റോബോട്ടിക്കിന്റെ ഹാൻഡുകൾ പോയിട്ട് നമ്മൾ കൈകൾ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഫൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റോബോട്ടിക് സർജറി ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു സർജറി എന്ന് പറയും. അതിനുകൂടെ കുറച്ചും കൂടി റോബോട്ടിക് സർജറി വരുമ്പോൾ നിങ്ങളുടെ റോൾ എന്തായിരിക്കും അതിനകത്ത്? ഇപ്പൊ നമ്മള് റോബോട്ടുകളെ കുറിച്ച് സാധാരണ മനുഷ്യർ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കടയിൽ ഒരു റോബോട്ടിക് ഉണ്ടെങ്കിൽ അവനെല്ലാ പണി ഒരു മനുഷ്യന്റെ പണി മുഴുവൻ എടുക്കും. അപ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, ഒരു റോബോട്ടിക് വരുമ്പോൾ ഡോക്ടറുടെ പണി എന്ത്? കോമൺ സെൻസ് റോബോട്ടിക്കിന് കൊടുക്കുക എന്നുള്ളതാണ് സത്യമായ ഡോക്ടറുടെ പണി. അത് നേരത്തെ അല്ല, അത്തരത്തിൽ ഫീഡ് ചെയ്ത് വരുന്ന റോബോട്ടിക്കിനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഭാവിയിൽ ഉണ്ടായേക്കാം. കാരണം ഓരോ രോഗികളും ഇപ്പൊ വരുന്ന റോബോട്ടിക്കില് നമ്മള് കൈകൊണ്ട് ഉള്ള ആക്ഷന്റെ ഒരു എക്സ്റ്റൻഡ് ഹാൻഡ് ആണ് റോബോട്ടിക് ഹാൻഡ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. കൈ മാത്രമേ ഉള്ളൂ, ബ്രെയിൻ നിങ്ങളുടെയാണ്. ഇപ്പം ഈ റോബോട്ടിക് എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ വരും, ഈ റോബോട്ടിക് പണി എടുക്കുന്നില്ല, പിന്നെ ഡോക്ടർക്ക് എന്താ കൺസൾട്ടേഷന്റെ റോബോട്ടിക്കിന്റെ ആ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം. അതായത് റോബോട്ടിക് സർജറി 2 രീതിയിലാണ്. ഒരു പേഷ്യന്റ് കൺട്രോൾ ഉണ്ടാവും, ഒരു സർജൻ കൺട്രോൾ ഉണ്ടാവും. ഈ സർജൻ എന്താ വെച്ചാൽ രോഗിയുടെ അടുത്തുണ്ടാവില്ല, പക്ഷെ ആ റൂമിൽ തന്നെ വേറൊരു കൺട്രോൾ ലൈൻ ഉണ്ടാവും. ആ കൺട്രോളിൽ നമ്മൾ ഈ 3D വെച്ചിട്ട് 3D പ്രൊജക്ഷൻ ആയി ഉണ്ടാവും. അപ്പൊ 3D നമ്മൾ കാണുന്നു പേഷ്യന്റ് ഉൾഭാഗം. അതായത് ലാപ്രോസ്കോപ്പിൽ നമ്മൾ ടെലിസ്കോപ്പ് വെച്ചിട്ട് ക്യാമറ വെച്ച് ഉൾഭാഗം കാണുന്നു. നമ്മൾ അത് കണ്ടു നമ്മളെ കൈയിന്റെ മൂവ്മെന്റ് അതിലേക്ക് നമ്മളെ റോബോട്ടിക് ഹാൻഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മളിപ്പോ കൈ ഇലക്ട്രോണിക് സംവിധാനമാണല്ലോ. അതെ, അത്രേ ഉള്ളൂ.
അതിന് എന്തെങ്കിലും തകരാറ് വന്നാൽ നിങ്ങൾ എന്താ അടുത്ത സ്റ്റാൻഡ്? അതുകൊണ്ടാണ് ഈ റോബോട്ടിക് സർജറിന്റെ അത് ഉണ്ടാക്കുന്ന കമ്പനികളും അതൊക്കെ നമ്മൾ AI വെച്ചിട്ട് അതായത് സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് മാത്രം ചില കാര്യങ്ങൾ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ എറേഴ്സ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മെഷീൻ എറേഴ്സ് വന്നു കഴിഞ്ഞാലും ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങൾ റോബോട്ടിലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അറിയാതെ കൈവന്ന് അധികം നീങ്ങിപ്പോയി, ഒരു 1 മില്ലിമീറ്റർ അധികം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ റോബോട്ട് അത് കണ്ടുപിടിക്കും, പിന്നെ അപ്പുറം സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ അറിയാതെ മൂവ്മെന്റ്, അറിയാതെ ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ തട്ടി പോവുക, അങ്ങനെയൊന്നും ഈ റോബോട്ട് സംഭവിക്കുന്നില്ല. അതൊക്കെ നമ്മൾ അത് മെഷീന്റെ ഒരു AI വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില മെഷീന്റെ ചില ഗുണങ്ങളുണ്ട്. അത് ആ എറേഴ്സ് ഒരിക്കലും ഹ്യൂമൻ എറേഴ്സ് അതെന്തായാലും കറക്റ്റ് ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ കൈ പറയുന്നു ഈ സംഭവത്തിൽ ഉണ്ടാവില്ല, റോബോട്ട് ചെയ്യുമ്പോൾ കൈ പറയുണ്ടാവില്ല. ഡോക്ടർക്ക് ഇപ്പൊ തലേന്ന് രാത്രി അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ടെൻഷൻ ചിലപ്പോൾ കൈവറയായിട്ടും അസ്വസ്ഥതകളായിട്ടും വരാം. അത്തരം ടെൻഷൻ ഒന്നും ഇല്ലാതെ വരില്ല. അപ്പൊ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നടക്കുക റോബോട്ടിക് സർജറി ആണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്റെ ചോദ്യം, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒരു സർജറി തീരുമാനിച്ചിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ പല ആളും പറയുന്ന ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ഈ റിസൾട്ടുകളായിട്ട് മുഴുവനാണ് വരിക നിങ്ങളുടെ മുന്നിലേക്ക്, ഒരു സർജന്റെ മുന്നിൽ വരിക, നിങ്ങൾ ഇത് മുഴുവൻ അവിടെ മാറ്റി വെക്കുന്നു, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു എന്നുള്ളത് എല്ലാ സ്ഥലത്തും കേൾക്കുന്ന ഒരു ആവലാതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അത് ഭാഗികമായി ശരിയായിരിക്കാം നിങ്ങൾ പറയുന്ന കാര്യം. പക്ഷേ നമ്മളിപ്പോൾ ഒരു രോഗി ഇപ്പോൾ ഉദ്ദേശം എൻ്റെ അടുത്തേക്ക് വരുന്നു, ഇന്ന പ്രശ്നങ്ങളായി വരുന്നു, ഇത് മുമ്പ് ചെയ്ത ടെസ്റ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു പേഴ്സണൽ ഒരു അസസ്മെൻറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വളരെ നിർബന്ധമാണ്. പുറത്തുനിന്ന് ചെയ്തു വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇന്ന സംശയങ്ങൾ പറഞ്ഞു വന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം നമുക്ക് ആ ലൈനിൽ ട്രീറ്റ്മെൻറ്റ് തുടരാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് ഉണ്ടാവും രോഗിയെ കുറിച്ചും അയാളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ സ്കാൻ ഇതൊക്കെ ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ. അതായത് ഒരു സ്കാനിൽ ഇങ്ങനെ കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓക്കെ ഇത് സർജറിക്കുള്ളതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു സർജറി പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അല്ല, ഈ വരുന്ന ഈ സാധാരണ മനുഷ്യർ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ വളരെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആള് നിർദ്ദേശിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ വിശ്വാസത്തിൽ നിങ്ങൾ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ ഒരു സാധാരണ രോഗിയുടെ മനസ്സിലുണ്ടായാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇല്ല. പക്ഷെ നമ്മള് അതാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ തീർത്തും സാധാരണക്കാരിൽ നിന്നുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് താങ്കൾ ചോദിച്ചത്. ഇതിനാണ് നമ്മൾ പറയുന്നത്, അതാദ്യം നമ്മളൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ പേഷ്യൻ്റ് തമ്മിൽ. അപ്പം നമ്മൾ ഈ പറയുന്നത് എന്താ പറയുക, ഒരു മുമ്പേ ചെയ്തിട്ട് വന്ന ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഇറലവൻ്റ് ആണെന്നുള്ള രീതിയിലല്ല. പക്ഷേ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻ്റ് ഉണ്ടാവും എപ്പോഴും ഒരു രോഗി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ. അപ്പോൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ചില സ്കാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു എക്സ്ട്രാ ക്ലാരിറ്റി വേണ്ടി വന്നേക്കാം. രോഗിക്ക് അയാളുടെ രോഗത്തെപ്പറ്റി അയാളെ നല്ല രീതിയിൽ ധരിപ്പിക്കാൻ ചിലപ്പോൾ എക്സ്ട്രാ ക്ലാരിറ്റി വേണ്ടി വരുന്ന ചില വശങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷനിൽ നമ്മൾ ചില ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു CT സ്കാൻ ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു വരും. ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖവുമായി ബന്ധപ്പെട്ടു ഒരു ഫിസിഷ്യൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഒരു സർജറി സജസ്റ്റ് ചെയ്ത് അവൻ എങ്ങനെയും കൊണ്ടു നടക്കുമെന്നാണ് സാധാരണ ആളുകൾ വിശ്വസിക്കുന്നത്. ഒരു സർജൻ്റെ അടുക്കാണ് അവൻ ആദ്യം കൺസൾട്ടേഷൻ വന്ന് പെടുന്നതെങ്കിൽ അവനൊരു സർജറിയിലേക്ക് ആ രോഗിയെ കൊണ്ടുപോകും. ഇത്തരം ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു പേഷ്യന്റിനെ കണ്ട്, ശ്യാം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊരു പേഷ്യന്റിനെ കണ്ട് ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്ത് ആ രോഗിക്ക് സർജറി ആവശ്യമാണ്, സർജറിയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി പറയുള്ളൂ. അല്ലാതെ നിങ്ങൾ സർജറിയുടെ ലോകത്താണല്ലോ നിങ്ങളുടെ ലൈഫ്. ഒരു ഫിസിഷ്യന്റെ അടുക്കെ വരുന്ന ഒരു പേഷ്യന്റിനെ ആ ഫിസിഷ്യൻ അതെങ്ങനെ മെഡിസിൻ കൊണ്ട് തീർക്കാമെന്നാണ് സർജൻ എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ഫിസിഷ്യനാണ്.
അതാണ് ഞാൻ കണ്ടത്. അത്രേ ഉള്ളൂ. അങ്ങനെയുണ്ട്. അതെ. നമ്മളപ്പോ ആ രോഗീനെ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം ഇപ്പൊ നമുക്കത് തോന്നുകയാണ്, ചില രോഗികൾ നമ്മൾ മരുന്ന് കൊടുത്ത് വിടാറുണ്ട്. ഇപ്പൊ ഗ്യാസിന്റെ പ്രോബ്ലം ആണ്, കുടലിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ മരുന്ന് കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ ചില സമയത്ത് ചില സർജറി, ഇപ്പൊ ഹെർണിയ, അതിനൊക്കെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ സർജറി ചെയ്യേണ്ട കേസുകളാണ്. അതിന് നമ്മൾ സർജറി തന്നെ ചെയ്യേണ്ടി വരും. അത് രോഗീനെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തുക. സർജറികളിൽ നമുക്ക് ഏറ്റവും ലളിതമായ സർജറിയും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സർജറി ഏതാണ് നിരീക്ഷിക്കുന്നത്? ഏറ്റവും ലളിതമായ അങ്ങനെ ഒരു ലളിതമായ സർജറി എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു സർജറി ആയാലും അതിനകത്ത് കോംപ്ലിക്കേഷൻ വരാം. ഇപ്പൊ ഒരു സിമ്പിൾ അപ്പൻഡിക്സ് എടുക്കുന്നതിന്, ഒരു വിരലെടുക്കുന്നതിന് പോലും അതിനകത്തൊരു കോംപ്ലിക്കേഷൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ ഇത് സർജറി ബന്ധമായിട്ട് മാത്രമല്ല. ഇപ്പൊ നമുക്കൊരു ഒരു രോഗി വന്നു, കാലിലൊരു വിരൽ കറുപ്പായിട്ട് വന്നു, നമ്മൾ ഈ വിരൽ മാത്രം എടുത്തു എന്ന് വെച്ചോളൂ. പക്ഷെ അതേ സമയത്ത് രോഗിയുടെ ഈ കറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കൊഴലിൽ രക്തം ബ്ലോക്ക് ആയിട്ടായിരിക്കും. അതേ രക്തക്കൊഴലിൽ ബ്ലോക്ക് ഹാർട്ടിനും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ടാവും, ഓപ്പറേഷൻ കഴിയുമ്പോൾ രോഗിക്ക് ചിലപ്പോൾ ഒരു അറ്റാക്ക് വരാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ കോംപ്ലിക്കേഷൻ എല്ലാ രോഗികൾക്കും ഉണ്ടാവണം എന്നല്ല, പക്ഷെ എല്ലാ സർജറിക്കും അതിൻ്റെതായ റിസ്കുകളും ഉണ്ട്. റിസ്ക് ഇല്ലാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി തട്ടില്ല എന്ന് നമുക്ക് 100% പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് ചില കേസിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. നമ്മുടെയും രോഗിയുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് നടക്കണം. ഡോക്ടർ ദേവരാജ്, ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ഈ അനസ്തേഷ്യ നൽകിയിട്ടാണല്ലോ നിങ്ങളുടെ ടേബിൾ, ഫസ്റ്റ് വരുന്നത് അവരാണ്. നിങ്ങൾ എല്ലാ തയ്യാറെടുപ്പും നടത്തിയാലും അവരാണ് വന്നിട്ട് ചെയ്യുക. ചില കേസിലൊക്കെ കേൾക്കാം സർജറിക്കിടയിൽ ആൾക്ക് ബോധം വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോന്ന് അറിയില്ല. എത്രമാത്രം സാധ്യതകളാണ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഒരു സർജറി നടക്കുമ്പോൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അനസ്തീഷ്യ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ സാധാരണ ഭാഷ പച്ചക്ക് ചെയ്യുന്ന സർജറീസ്, അതായത് ഒരാൾ കീറി മുറിക്കുക എന്നുള്ളതാണ് സർജറി. അപ്പൊ അതിൽ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വേദന ഇല്ലാത്ത സർജറി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. പണ്ട് വേദനിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു സർജറി. അതെ, ലോക്കൽ കൊടുക്കുന്നു. അപ്പൊ ലോക്കൽ അനസ്തീഷ്യ നമ്മൾ പറയാം. ഈ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മുറിവുണ്ടാകുന്ന സ്ഥലത്ത് വേദന ഉണ്ടാകും. രണ്ടാമത് ചിലപ്പോൾ ചില പേഷ്യൻസിന് ഇതിന്റെ ആൻസൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സർജറി ചെയ്യുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ബോധം ഫുള്ള് പോയിട്ടുള്ള സർജറീസ് ചിലപ്പോൾ വേണ്ടി വരും. അത് ജനറൽ അനസ്തീഷ്യ എന്ന് പറയും. പിന്നെ ഈ ലോക്കൽ അനസ്തീഷ്യ നമ്മൾ ചെയ്യുന്ന ആ സ്ഥലത്ത് മാത്രമേ അനസ്തീഷ്യ കൊടുക്കുള്ളൂ. പിന്നെ ബ്ലോക്കുകളുണ്ട്, റീജിയണൽ ബ്ലോക്ക് അനസ്തീഷ്യ, സ്പൈനൽ ബ്ലോക്ക്, അത് നട്ടിലിനെ ധരിപ്പിച്ച് ചെയ്യുന്നത്. ഈ നട്ടിലിനെ ധരിപ്പിക്കുന്നതിനൊക്കെ ആൾക്കാരുടെ വിചാരം വെച്ചാൽ നട്ടിലിനെ ആകെ മൊത്തം പൊളിച്ച് ഇതിനുള്ള കയറ്റിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെയല്ല, ചെറിയ നീഡിൽ വഴി നമ്മൾ നട്ടിലിനെ ഈ പറയുന്ന സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കും, ചെറിയ നീഡിൽ വെച്ച് കൊടുക്കുക. അപ്പൊ അതിനുശേഷം നടുവേദന അവസരങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ഈ തരത്തിലുള്ള അനസ്തീഷ്യയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കാത്ത എല്ലാ പേഷ്യൻസിനും നമ്മൾ സർജറി ചെയ്യുമ്പോൾ ബോധമുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സർജറി ചെയ്യുന്ന സ്ഥലം നമ്മൾ അറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ സെഡേഷൻ കൊടുക്കും, ചെറിയൊരു മയക്കം മാത്രം. ഇപ്പൊ നമ്മള് പല സർജറീസും, വെരിക്കോസ് സർജറീസ് അല്ലെങ്കിൽ ഈ പൈൽസിന്റെ സർജറീസ്, അതൊക്കെ നമുക്ക് പിന്നെ കാലിന് ചെയ്യുന്ന ഈ വയറ്റ് ചെയ്യുന്ന എല്ലാ സർജറീസും നമുക്ക് ഈ പറയുന്ന ബോധം ഉള്ള വേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അനസ്തേഷ്യയിൽ ഉണ്ടാകുന്ന അപകടം എന്തൊക്കെയാണ്? നിങ്ങൾ ഈ പലപ്പോഴും തിയേറ്ററിനുള്ളിൽ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇടയ്ക്ക് വെച്ച് കോംപ്ലിക്കേഷൻ ആവുന്നു, പെട്ടെന്ന് ഡെത്ത് ആവുന്നു, അത് അനസ്തേഷ്യയിലെ കുഴപ്പമാണെന്ന് ചിലപ്പോൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ അനസ്തേഷ്യ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ സർജറി ചെയ്യുന്നതായാലും അനസ്തേഷ്യ ചെയ്യുന്നത്, എന്തായാലും അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു ജനറൽ അനസ്തേഷ്യ പേഷ്യന്റിന്റെ ബ്രെയിൻ അല്ല ഹൃദയം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അണ്ടർ അനസ്തേഷ്യ ആയിരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പൊ എക്മോ എന്ന് പറയുന്ന പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. ഹൃദയവും ശ്വാസകോശവും നമുക്ക് വേണമെങ്കിൽ ഈ മെഷീനിൽ കൊടുത്തിട്ട് അതും വർക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. എക്മോ ഇവിടെ നമുക്ക് സംവിധാനമുണ്ട്. അത് ഏത് സർജറിക്ക് അങ്ങനെ വേണ്ടി വരും? അത് നമ്മൾ ശസ്ത്രക്രിയ, ശ്വാസകോശ ശസ്ത്രക്രിയ, അതിനൊക്കെ നമുക്ക് ആ ഭാഗങ്ങളില്ല നെഞ്ചിലുള്ള ശസ്ത്രക്രിയ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില അപകടങ്ങൾ പറ്റിയിട്ട് ഹൃദയം വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ, ഹൃദയം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തിലുള്ള എല്ലാ സ്ഥലത്തും ഓക്സിജൻ എത്തിക്കണം. ആ പണി അപ്പൊ പുറത്തുനിന്ന് ചെയ്യും, ആ മെഷീൻ ചെയ്യും, എക്മോ എന്ന് പറയുന്ന മെഷീൻ. അതായത് ഈ ക്ലിനിക്കൽ പെർഫ്യൂഷനിസ്റ്റിന്റെ സഹായത്തോടെ നടക്കുന്ന ഒരു പ്രക്രിയ. ഓക്കെ ഡോക്ടർ ശ്യാം, ഇപ്പൊ ഒരു ശരീരത്തിന്റെ ഒരു അവയവം ഡാമേജ് ആയി, അതെടുക്കാൻ വേണ്ടി നിങ്ങൾ സർജറി ചെയ്യുന്നു. ഈ സർജറിക്കിടയിലാണ് അടുത്ത് എന്തെങ്കിലും ഒരു സാധനം കൂടി
ഡാമേജ് ആണ് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഒരു അവയവം നിങ്ങൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ഇന്ന സാധനം അപകടത്തിലാണ്, അത് നീക്കം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സർജറിക്കിടയിൽ അടുത്ത ഒരു അവയവം കൂടി, പലരും ക്യാൻസർ പേഷ്യൻസിൻ്റെയൊക്കെ സർജറികളിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതായിട്ട് അത്തരം വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനുള്ള സാധ്യത? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ഇതിപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലാപ്രോട്ടറി വയറിലുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്യുകയാണെന്ന് കരുതാം. അപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഇപ്പം ഹാർട്ടിന് സംബന്ധിതമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം അതിൻ്റെ ഇടയിൽ ഈ മുമ്പേ ഉള്ള ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ പ്രശ്നം കാരണം ഹാർട്ടിൻ്റെ മിടിപ്പിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ഒരു അറ്റാക്കിലോട്ടൊക്കെ പോകാം, അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാഹചര്യങ്ങളിൽ നമ്മൾ അന്നേരം പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ളത് എപ്പോഴും പേഷ്യൻ്റെ ലൈഫിനാണ്. അപ്പോൾ നമ്മൾ അന്നേരം നമ്മളെ കംപ്ലീറ്റ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് ഹാർട്ടിലോട്ടാണ്. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ ശസ്ത്രക്രിയ നിർത്തിവെക്കുകയും നമ്മൾ ഹാർട്ടിനെ വീണ്ടും അതിൻ്റെ നോർമൽ റിതമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് സർജനും അനസ്തെറ്റിസ്റ്റും ഫുൾ കംപ്ലീറ്റ് ടീം ഇതിൻ്റെ പുറകെ കൂടുന്നതായിരിക്കും. അതാണ് അപ്പോൾ നമ്മൾ എന്താണ് പേഷ്യന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ അന്നേരം ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴാണ് ഒരു ടീം വന്നത്. നിങ്ങൾ സിംഗിൾ ആയിട്ട് ഒരു കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങളുടെ ടീമാണ് 6 പേരില്ല. ഇപ്പൊ താങ്കൾ ഒറ്റയ്ക്ക് ഒരു കേസ് ചെയ്യുന്നു, എല്ലായിടത്തും 6 പേരില്ലല്ലോ, ഒരു സർജറി ഉണ്ടാവും, ജനറൽ സർജറി. ഇദ്ദേഹം ഈ ടേബിളിൽ വെച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പേഷ്യന്റിന്റെ വെൽഫെയർ ആലോചിച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾക്ക് അത്തരം കണ്ടീഷൻ വരുമ്പോൾ, ഇപ്പോൾ ഒരു ലൈഫ് എൻഡേഞ്ചറിങ് കണ്ടീഷൻ വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സും അനസ്തീഷ്യ ഡോക്ടറുടെ മനസ്സും ആ ഒട്ടിലെ എല്ലാവരുടെയും മനസ്സ് ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുക. അവിടെ പേഷ്യന്റെ ലൈഫാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഷ്യൻ്റെ ലൈഫ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ലൈഫ് എൻഡേഞ്ചറിങ് കണ്ടീഷനായിരിക്കും നമ്മൾ ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പം സർജൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താ ചെയ്യുക, എൻ്റെ സർജറി എത്രയും പെട്ടെന്ന് തീർക്കാനോ ഇഫ് നീഡഡ് അന്നേരം നിർത്തി വെക്കാനുള്ള ചിന്താഗതിയോടെ ആയിരിക്കും ഞാൻ അങ്ങനെയാണ് നീങ്ങുക. നിർത്തി വെച്ചാൽ നെക്സ്റ്റ് എന്തെന്നുള്ളൊരു ചോദ്യമില്ലേ? ഇപ്പൊ നിങ്ങൾ ഒറ്റക്കുള്ള ഒരു കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിർത്തി വെച്ചാൽ നെക്സ്റ്റ് എന്ത്? പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ, ഇപ്പം നമ്മൾക്ക് പേഷ്യൻ്റെ കാർഡിയക് റിതമൊക്കെ നോർമലായി വന്നു, പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സർജറി തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ നമ്മൾക്ക് അന്നേരം നോക്കാം. ഇപ്പോൾ തുടരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ തുടരാം. ഇല്ലെങ്കിൽ പേഷ്യന്റിനെ ഒരു തീവ്രപരിചരണ വിഭാഗത്തിലോട്ട് മാറ്റി പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം പേഷ്യന്റിന്റെ നോർമൽ ബോഡി ഫിസിയോളജി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഡോക്ടർ മിഥുൻ, ജനറൽ സർജന്മാരുടെ നിങ്ങളുടെ ടീം നിലവിൽ ചെയ്യുന്ന സർജറികൾ അത് നമുക്ക് പറയാൻ പറ്റും, എത്ര എണ്ണം, ഏതൊക്കെ? ഇപ്പം ആളുകൾ നോക്കൂല, ഈ ഇപ്പം 6 പേരെ കണ്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ആകെ നമ്മൾ പറഞ്ഞത് നേരത്തെ സംസാരിച്ചതിൽ ഹെർണിയ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഷുഗർ വരുന്ന പേഷ്യൻസിന്റെ നമുക്കൊരു കാര്യം ചെയ്യും, ഹെഡ് ടു ഫുട്ട് എന്ന് പറഞ്ഞ രീതിയിൽ പോവാം. അപ്പൊ നമുക്ക് ഇപ്പൊ ചെറിയ ചെറിയ മുഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ ക്യാൻസർ, ഇപ്പൊ തൊലിപ്പുറത്തുള്ള ക്യാൻസർ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ റിമൂവ് ആക്കും. അത് നമ്മൾ ഫ്ലാപ്പ് എന്ന് പറയും, ഇവിടെയുള്ള കോശങ്ങൾ വെച്ചിട്ട് കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രന്ഥികളിലുള്ള വീക്കം കാര്യങ്ങളൊക്കെ ആ ഗ്രന്ഥികൾ റിമൂവ് ചെയ്യുക, തൈറോയ്ഡ് ഗ്രന്ഥികളിലുള്ള വീക്കം, അതേപോലെ സലൈവറി ഗ്ലാൻസ് അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. കഴലുകൾ വീങ്ങി വരിക അതൊക്കെ എടുക്കുക. ഇപ്പൊ ക്യാൻസർ, തൈറോയിഡിന്റെ ക്യാൻസർ ആണെങ്കിലും അത് നമ്മൾ ചെയ്യുന്നുണ്ട്, ക്യാൻസർ ചെയ്യും, അതിൻ്റെ ഒപ്പം കഴലുകളും എടുക്കുന്ന സർജറി. മാറിലേക്ക് വരികയാണെങ്കിൽ ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറി. പണ്ട് കാലത്ത് മാറിൽ ക്യാൻസർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് മാറി നീക്കം ചെയ്യാം. ഇപ്പൊ മാറിന്റെ ആ മുഴയും പിന്നെ ആ ഫ്രോസൺ സെക്ഷൻ എന്ന് പറയും, കഴലുകൾ പുതിയതായിട്ട് തിരിച്ച് അതേപോലെ ആ ബ്യൂട്ടി തന്നെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക എന്നാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. അതെ. പിന്നെ നമ്മൾ വയറിലേക്ക് വരികയാണെങ്കിൽ വയറിൽ നമ്മൾ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടോപ്ലൈക്ക് ഇതൊക്കെ വലിയ സർജറീസ് ആണ്. നമ്മളിപ്പോൾ വിപ്പിൾ സർജറി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അവിടുത്തെ പാങ്ക്രിയാസ് ഗ്രന്ഥി അങ്ങനത്തെ ഗ്രന്ഥികളിലൊക്കെ ഓപ്പറേഷൻ, എല്ലാ ഓപ്പറേഷനും നമ്മൾ ചെയ്യും. വിപ്പിൾസ്, കോളക്ടമി ആ സാധനങ്ങൾ ചെയ്യും. പിന്നെ കോളി എന്ന് വെച്ചാൽ പിത്തസഞ്ചി ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ നീക്കം ചെയ്യും. അപ്പൻഡിക്സ്, പിന്നെ കുടലുകളിലുള്ള എല്ലാ മുഴകളും കാര്യങ്ങളും അതിൻ്റെ സർജറികളെല്ലാം ചെയ്യും. പിന്നെ ഇനിയും താഴേക്ക് വെരിക്കോസ് വെയിൻ്റെ സർജറി എല്ലാം. അതാ ഞാൻ പറഞ്ഞു, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വരെ എല്ലാം. പിന്നെ വിരലിലെ പഴുപ്പുണ്ട്, ആ പഴുപ്പ് നീക്കും. ഇപ്പൊ ഏറ്റവും ചെറിയ ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ വിരലിൽ ചെറിയൊരു നഖം ഇളകി പോയി കഴിഞ്ഞാൽ നഖത്തിന്റെ സർജറി അതുവരെ ചെയ്യും. ശരീരത്തിന്റെ എല്ലാ മേഖലകളിലൂടെ
മേഖലകളിലൂടെയും സർവ്വ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് നിങ്ങളുടെ ഈ ടീമൊക്കെ ചെയ്തു വരുന്നത് അല്ലെ? ഡോക്ടർ ഒരു ചോദ്യം, ഇപ്പൊ അപകടത്തിൽപ്പെട്ട് കംപ്ലീറ്റ് ശരീരം ഉടഞ്ഞ രീതിയിലൊരു പേഷ്യന്റ് വരുന്നു. അങ്ങനെ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അതിലെടുക്കുന്ന ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഇടിമാരുണ്ട് പക്ഷെ എന്നാലും ആ ചോദ്യം എന്താ വരാത്തത് ഞാൻ അത് വരണമല്ലോ. സർജറിയില് നമ്മൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് നമ്മള് ഇനീഷ്യലി നമ്മൾ 4 പേരായിട്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് നമ്മൾ ഈ 6 പേരും 7 പേരുമായിട്ടുള്ള ടീമുകളായിട്ട് വരുന്നത്. അപ്പൊ ഈ 4 പേരുള്ള ടീമിന്റെ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ട്രോമ കെയർ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനീഷ്യലി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കണ്ണൂരുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ കാസർഗോഡുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ തലശ്ശേരിയിലുള്ള പേഷ്യൻസിനൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗോൾഡൻ അവേഴ്സ് ഒരു 1 hour 2 hours നമുക്ക് സർജറി ചെയ്യാൻ വേണ്ടി ആ പേഷ്യന്റ് എത്തിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആ കൺസൾട്ടന്റുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആ ഏറ്റവും ലേറ്റസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 hours റേഡിയോളജി സേവനങ്ങൾ, അതായത് CT ആയാലും USG ആയാലും 24 hours സർജന്മാർ. അതായത് നിങ്ങൾ ഏത് സമയത്താണ് രാത്രി 12 മണിക്കും 1 മണിക്കും വന്നിട്ട് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഒരു സർജറി ടീം. അതൊരു ട്രോമ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളിപ്പം വയറിനുള്ളിൽ ആന്തരാവയവങ്ങൾ ബ്ലീഡ് ചെയ്തിട്ട് ഒരു രോഗി പ്രഷർ BP ഇല്ലാണ്ട് പൾസ് ഇല്ലാണ്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ശ്വാസം മാത്രമുണ്ട്, ഹൃദയം അടിക്കുന്നുണ്ട്. നമുക്ക് ആ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ബ്ലഡ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലഡുമായിട്ട് അവർ വരുന്നു. അതും ബ്ലഡ് ഗ്രൂപ്പ് പോലും നോക്കാതെ ആണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട് നമുക്ക്. അങ്ങനെ കൊടുക്കുന്നു. ആ പേഷ്യന്റിനെ നമ്മൾ അതേ ട്രോളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ ബ്ലീഡിങ് വയറ് തുറന്ന് ബ്ലീഡിങ് ഇല്ല അതേ ആന്തരാവയവത്തിൽ ബ്ലീഡ് ചെയ്യുന്ന രക്തക്കൊള്ളിൽ പിടിക്കുകയോ അല്ലെങ്കിൽ സ്പ്രീൻ എന്ന് പറയുന്ന ഗ്രന്ഥിയൊക്കെ ആണെങ്കിൽ സ്പ്രീൻ നീക്കം ചെയ്തിട്ട് ആ ബ്ലീഡിങ് പോയിന്റ് നമ്മൾ അപ്പം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ പേഷ്യന്റിനെ നമ്മൾ ആ 2 hours സേവ് ചെയ്യണം. വേറെ ഒരു ഡിപ്പാർട്ട്മെന്റും വേറെ ഒരു സർജൻ അവിടെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കില്ല. അതൊരു വലിയ പ്ലസ്സാണ്. മാത്രമല്ല ആ പ്ലസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ഒരാൾ മാത്രമാണ് ഒരു ഹോസ്പിറ്റലിൽ സർജനായി ഇരിക്കുന്നത് വിചാരിക്കും. ഈ സർജൻ ഈ 12 മണിക്ക് രാത്രി സർജറി ചെയ്തു, പിറ്റേന്ന് ഇദ്ദേഹം തന്നെ വന്നിട്ട് സർജറി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ OP നോക്കേണ്ടി വരും. അടുത്ത ദിവസം രാത്രി 12 മണിക്ക് വന്ന ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മടി കാണിക്കും. ആ മടി ചികിത്സയെ ബാധിക്കും. അപ്പൊ അത് ഈ ഇങ്ങനെ ഒരു ടീമാണ് എപ്പോഴും നല്ലത്. ടീം ട്രോമ കെയർ എന്ന് പറയുന്നത് ഒരു ടീം എഫേർട്ട് തന്നെയാണ്. അതിൽ ICU, നമ്മളിവിടുത്തെ ICU 24 hours അനസ്തീഷ്യ, ഇതൊക്കെ നമുക്ക് വേറെ എവിടെയും കണ്ണൂർ ജില്ലയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫെസിലിറ്റീസ് ആണ് ശരിക്കും. ഒരു ചെറിയ ചോദ്യം കൂടി ഷ്യാം, ഇപ്പോഴും നമ്മൾ ഈ സർജറിക്ക് മുമ്പ് ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് കുറെ കടലാസുകൾ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് അല്ലേ? എന്തൊക്കെ മുൻകരുതലാണ് ആ കാര്യത്തിൽ? ഈ ഒപ്പിടുന്ന ഒരാളും ശരിക്കും വായിച്ചിട്ടൊന്നല്ല ഒപ്പിട്ടിരുന്നത്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ വേണം ഉടൻ ഒപ്പിടും എന്ന് പറയുന്നതാണ്. എന്തൊക്കെ ഗ്യാരണ്ടിയാണ് നിങ്ങൾ വാങ്ങുന്നത്? ഇതൊക്കെ മെഡിക്കോ ലീഗലി നമ്മൾ ഡോക്ടർമാരും അല്ലെങ്കിൽ ഒരു ആശുപത്രി ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്നൊരവസ്ഥയിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ ആദ്യം രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. പിന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കിപ്പം ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഈ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡീറ്റെയിൽഡ് സംഭവത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നും പിന്നെ നിങ്ങളുടെ അടിയന്തരാവസ്ഥ എന്താണെന്നും നിങ്ങൾക്കുള്ള ചികിത്സ എന്താണെന്നും പിന്നെ ഇതിന് മറ്റ് ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു അടിയന്തരാവസ്ഥയാകുന്നതെന്നും ഇതൊക്കെ ഈ കൺസെൻറ്റ് എന്ന ഈ സാക്ഷ്യപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്തായിരിക്കും, നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് അത് ചെയ്യുന്നത് എന്തായിരിക്കും, ഇനി ഈ പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ അതിലുണ്ടാവും. അതായത് നിങ്ങൾക്ക് സർജറിയിൽ പ്രതീക്ഷിക്കാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും സർജറിക്ക് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇൻഫെക്ഷൻസിന്റെ റിസ്ക്, മുറിവിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ. പക്ഷെ ആരെങ്കിലും വായിച്ച് നോക്കാറുണ്ടോ? ലോൺ എടുക്കുന്നതല്ലേ, ലോൺ എടുക്കുമ്പോൾ ഇത്രയും പേപ്പറിൽ ഈ ഏജന്റ് നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും. അതിനകത്ത് നമ്മുടെ തറവാട് വരെ എഴുതി കൊടുക്കുന്ന കാര്യം അതിനകത്ത് ഉണ്ടാവും, പക്ഷെ നമ്മൾ കാണില്ല. ഇതിനോടൊരു ചോദ്യം, ഈ സർജറി ഇപ്പം നമ്മൾ പഴയ കാലത്ത് കല്ലും കവണയും ഒക്കെയുള്ള കാലം മുതലേക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു രോഗം മനസ്സിലാക്കി സർജറി നടത്തുന്നതിൽ എത്ര ശതമാനം വരെ വിജയം നമ്മൾ കാണുന്നുണ്ട്?
നമ്മളിപ്പോൾ സർജറി ചെയ്യുന്നതിൽ യൂഷ്വലി മോർ ദാൻ 95% എന്തായാലും സക്സസ് റേറ്റ് എന്തായാലും ഉണ്ടാവും. 95 എന്തായാലും ഉണ്ട്. 5% എന്തായാലും അതിനകത്തൊരു ചെറിയ കോംപ്ലിക്കേഷൻ വരുന്ന കേസുകളും പിന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ റോബോട്ടിക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ഈ റോബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇപ്പൊ എന്റെ മനസ്സിൽ ഒരാശയം വന്നാൽ ഞാൻ മെറ്റയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എനിക്കൊരു സാധനം തരികയാണ് എന്ന് പറഞ്ഞതുപോലെ ഭാവിയിൽ ഈ പണി പൂർണ്ണമായിട്ടും റോബോട്ടിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, അതിന്റെ 2-3 കാരണങ്ങളാണ്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനൊരു ബാക്കപ്പ് ആയിട്ട് ഒരാൾ എപ്പോഴും എന്തായാലും വേണം. കാരണം ഇത് മാൽ ഫങ്ഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ വയറിനകത്ത് ഒരു സർജറി ചെയ്തോണ്ടിരിക്കുകയാണ്, ഇതിപ്പോ ഇടയിൽ വെച്ച് റോബോട്ട് മാൽ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കുടലോ കാര്യങ്ങളോ മുറിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ആക്കണമെങ്കിൽ ഒരു സർജൻ അവിടെ എപ്പോഴും വേണം. മാൽ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഭാവിയിൽ എടുക്കൂലെന്നല്ല, ഇത് മാൽ ഫങ്ഷൻ ചെയ്യുന്നോണ്ടാണല്ലോ അവൻ തെറ്റായിട്ട് കട്ട് ചെയ്ത് തെറ്റായിട്ട് കീറി മുറിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവനെ കൊണ്ട് വീണ്ടും ആ പണി എടുപ്പിക്കാൻ പറ്റില്ല. അവനെ മാറ്റി നിർത്തിയിട്ട് അവിടെ ഒരു സർജൻ സാധ്യതയിൽ നിങ്ങൾ അസിസ്റ്റന്റുമാരായി മാറുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. അസിസ്റ്റന്റുമാർ പിന്നെ വേറൊരു കാര്യം കൂടി, പക്ഷെ വേറൊരു മെയിൻ ഒരു കാര്യമുണ്ട്. ഓരോ രോഗികളും വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം പോലെയുള്ള വേറൊരാളുടെ സ്വഭാവം അതേപോലെയാണ് അകത്തുള്ള മീൻസ് കിടപ്പുവശങ്ങളും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി ജഡ്ജ് ചെയ്യത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രീ പ്രോഗ്രാംഡ് ആണ്. ഇങ്ങനെ പോവാ, ഇങ്ങനെ ചെയ്യാ, ഇത് ചെയ്യാ. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ അത് കാണുന്നില്ല. ചിലപ്പോൾ അവിടെ കുടലെല്ലാം ഒട്ടിയിരിക്കുന്നുണ്ടാവും. ഈ കുടലിലേക്ക് മാറ്റണം എന്നുള്ള പ്രോഗ്രാമിങ്ങിനകത്ത് അപ്പൻഡിസെക്ടമി ചെയ്യാൻ പറയുന്നു, അപ്പൻഡിക്സ് ചെയ്യാൻ പോകുന്നു. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കാണാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകുടലും എല്ലാം പൊട്ടി അവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കുടലിലേക്ക് അതിന് വിടിയിപ്പിച്ചെടുത്താൽ മാത്രമേ ഈ അപ്പൻഡിക്സ് കാണുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ റോബോട്ട് സ്റ്റക്ക് ആവും. കാരണം അതിനുള്ള പ്രോഗ്രാമിങ്ങിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. താങ്കളുടെ ഒരു ജീവിത അനുഭവം വെച്ച് ഒരു സർജറി തീരുമാനിക്കപ്പെട്ടാൽ ഏത് സർജറി ആയിരിക്കും, ഏത് മെത്തേഡ് ആയിരിക്കും ഏറ്റവും നല്ലത്? അതിൽ ഒറ്റ പോയിന്റ്, രോഗിക്ക് ഏറ്റവും നല്ല രീതിയിൽ, അതിപ്പോ വേദന ഇല്ലാത്തതായാലും ചെറിയ മുറിവിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, വളരെ പെട്ടെന്ന് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സർജറി. അതിപ്പം ഓപ്പൺ സർജറി ചിലപ്പോൾ അങ്ങനെ, ചില ഓപ്പൺ സർജറി അങ്ങനെ സംഭവിച്ചേക്കാം, ചില ലാപ്രോസ്കോപ്പിക് സർജറി അങ്ങനെ സംഭവിച്ചേക്കാം, ചിലപ്പോൾ റോബോട്ടിക് സർജറി ആയിരിക്കും അങ്ങനെ ചെയ്യാം, ചിലപ്പോൾ ലേസർ ഉപയോഗിക്കുമ്പോഴേക്കും അങ്ങനെ സംഭവിക്കാം. പേഷ്യന്റിന്റെ ബെനിഫിറ്റ് ആണ് അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സർജറികൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? പണ്ട് നമ്മളെല്ലാം ഓപ്പൺ ആയിരുന്നല്ലോ, അതിൽ നിന്ന് മാറി ഈ ന്യൂജൻ കാലത്ത് ഇതിപ്പം മിനിമലി ഇൻവേസീവ് സർജറിയുടെ കാലഘട്ടമാണ്. അതായത് എല്ലാ നമ്മൾ പണ്ട് ഓപ്പൺ വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന സർജറികളെല്ലാം ചെറിയ മുറിവിലാണ്. അതാണ് ലാപ്രോസ്കോപ്പിക് ഫേമസ് ആവാനുള്ള കാരണം. അതാണ് അതിന്റെ ഫേമസ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റ് ബാക്ക് ടു ലൈഫ്, ബാക്ക് ടു നോർമൽസി പീരീഡ് വളരെ വളരെ ഷോർട്ടാണ്. ഹോസ്പിറ്റൽ അതെ അല്ല, അത് മാത്രമല്ല അതെ അതെ ഈ ഇന്നോവേഷൻസ് വരുന്തോറും ആക്ച്വലി ആദ്യത്തെ ഫേസുകളിലൊക്കെ സർജൻ അത് ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ എല്ലാ പുതിയ ടെക്നോളജീസ് പ്രാവർത്തികമാവുന്നത് രോഗികളുടെ ബെനിഫിറ്റ് തന്നെ ഉദ്ദേശിച്ചാണ്. അതാണ് പ്രൈം ഒബ്ജക്റ്റീവ് എപ്പോഴും. അതുകൊണ്ടാണ് ഈ മിനിമലി ഇൻവേസീവ് ആക്ച്വലി സർജറീസ് ഒക്കെ ഓപ്പൺ സർജറിയേക്കാളും ഇച്ചിരി കൂടി ഡിഫിക്കൽട്ടാണ് ഫോർ ദ പ്രാക്ടീസിങ് സർജൻ. പക്ഷെ എന്നാലും അത് ഫേമസ് ആവുന്നതിന്റെ റീസൺ എന്താണ്? കാരണം അത് പേഷ്യൻസിന് അത്രയും പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. പേഷ്യന്റിന് ആശുപത്രിവാസം കുറയുന്നു, പേഷ്യന്റ് തിരിച്ച് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുന്നു, അയാളുടെ ബാക്ക് ടു നോർമൽ പീരീഡ്, ആ ഒരു ലാഗ് പീരീഡ് വളരെ വളരെ കുറവാണ്. നമ്മുടെ സമയം തീരുകയാണ്. നമുക്ക് ഈ സാധാരണ മനുഷ്യരുടെ ആശങ്കകളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉണ്ടായ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ നമുക്ക് ഒരുങ്ങുകയാണ്. പണ്ട് ഇത്രയും രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ, ഇത്രയും രോഗങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്കിന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഒരു പനി വന്നാൽ മിനിമം ഒരു ഫിസിഷ്യനെ നമ്മൾ കാണുകയുള്ളൂ. ആരും ഒരു MBBSകാരൻ്റെ അടുത്തേക്ക് പോകില്ല. ഒരു തലവേദന വന്നാൽ പോലും ന്യൂറോളജിസ്റ്റിനെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്ന് ശാസ്ത്രലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സാധാരണ മനുഷ്യർ എല്ലാവർക്കും ഈ പറയുന്ന ഒരു സർജൻ പെട്ടെന്ന് അവൈലബിൾ ആകില്ല. കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ സർജറിയെ സംബന്ധിച്ച്. നമ്മൾ അവരുടെ ഓപ്പറേഷൻ ശസ്ത്രക്രിയ ടേബിളിൽ നമ്മൾ കിടന്നു കൊടുക്കുകയാണ്. അതിന് മുമ്പും പിമ്പും സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മളിപ്പോൾ നടത്തിയത്. ആദ്യ സെഗ്മെൻറ്റിൽ 3 പ്രഗത്ഭരായിട്ടും അതിനുശേഷം വീണ്ടും ഇവിടുത്തെ തന്നെ ഏറ്റവും നല്ല 3 സർജന്മാരാണ് നമ്മോടൊപ്പം എത്തിയത്. ദേവരാജും ശ്യാംകൃഷ്ണനും
മിഥുൻ ബെഞ്ചമിനും 3 പേർക്കും നേർരേഖയുടെ നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.